Good morning. Good morning. Okay. എന്താണ് ഓരോ ദിവസം കഴിയുന്നവ എണ്ണം കുറഞ്ഞു വരികയാണല്ലോ ക്ലാസ്സില്. ഇത് പറ്റി ബോറടിച്ചു തുടങ്ങിയോ? ഓക്കെ, നമുക്ക് തുടങ്ങിയാലോ. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം അല്ലെ? കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? അതായത് ഒന്ന് നമ്മൾ ഗ്രീവൻസ് റെസൊല്യൂഷൻ മെത്തേഡുകൾ പഠിച്ചിരുന്നു അല്ലെ? ഏതൊക്കെ രീതിയിൽ നമുക്ക് ഗ്രീവൻസസുകൾ എന്ത് ചെയ്യാം, പരിഹരിക്കാം അല്ലെ? ഗ്രീവൻസ് റെസൊല്യൂഷൻ മെത്തേഡുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു? കളക്റ്റീവ് ബാർഗൈനിങ്, പിന്നെ മീഡിയേഷൻ, കൺസീലിയേഷൻ, ആർബിട്രേഷൻ, അഡ്ജുഡിക്കേഷൻ അല്ലെ? ഇത്രയുമാണ് ഗ്രീവൻസ് റിഡ്രസൽ മെത്തേഡുകളായിട്ട് നമ്മൾ പഠിച്ചത്. പിന്നെ നമ്മൾ കണ്ടത് എസെൻഷ്യൽസ് ഓഫ് ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയർ. അതായത് ഒരു ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയർ വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിനായിട്ട് ഉള്ള ആവശ്യകതകൾ എന്തൊക്കെയാണ് അല്ലെ? ഏറ്റവും നല്ല ഇഫക്റ്റീവ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ആ ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയർ അവിടെ നടപ്പിലാക്കാനായിട്ട് സാധിക്കണം. അതിന് എന്തെല്ലാം കാര്യങ്ങൾ വേണം? അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് അല്ലെ? അപ്പൊ നമ്മൾ പറഞ്ഞു, ഒന്ന് ആക്സെപ്റ്റബിലിറ്റി, രണ്ട് പ്രോംപ്റ്റ്നെസ്, മൂന്ന് ലീഗൽ സാനിറ്റി, ദെൻ 4 സിംപ്ലിസിറ്റി, 5 ട്രെയിനിങ് ആൻഡ് 6th വൺ ഫോളോ അപ്പ്. ഓക്കെ, ഇത്രയാണ് ഇന്നത്തെ നമ്മൾ പറഞ്ഞത്. വായിച്ചു നോക്കിയോ? ഇത്രയും താങ്കള് ക്ലിയർ ആയോ? അതുവരെയുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ ആണോ നിങ്ങൾക്ക്? ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ഓക്കെ ആണ്, ശരി. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് അഡ്വാൻറ്റേജസ് ഓഫ് ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയർ കേട്ടോ. അഡ്വാൻറ്റേജസ് ഓഫ് ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയർ. ഈ പറയുന്ന പരാതി പരിഹാര നടപടിക്രമങ്ങളുടെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? നമുക്കറിയാം, ഇങ്ങനെ ഒരു ഗ്രീവൻസ് റിഡ്രസൽ കമ്മിറ്റി ഒക്കെ ഏതൊരു സ്ഥാപനത്തിനും പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയറിന്റെ അഡ്വാൻറ്റേജസ്, അതിന്റെ പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്? എന്തൊക്കെയാണ് അതിന്റെ പ്രയോജനങ്ങൾ? ഇങ്ങനെ ഒരു ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയർ ഉള്ളത് കൊണ്ട് നമുക്ക് എന്തൊക്കെ ബെനിഫിറ്റുകൾ, എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണ് അതുകൊണ്ട് ലഭിക്കുന്നത്? ഫസ്റ്റ് വൺ നോക്കിയേ, ഇറ്റ് ബ്രിങ്സ് ഔട്ട് ഗ്രീവൻസ് ഇഷ്യൂസ് ഇൻ ഫ്രണ്ട് ഓഫ് ദ മാനേജ്മെന്റ് സോ ദാറ്റ് റെമഡിയൽ ആക്ഷൻസ് ക്യാൻ ബി ടേക്കൺ. അതായത് ഈ പറയുന്ന പരിഹാര നടപടികൾ സ്വീകരിക്കുന്നതിനായിട്ട് നമുക്ക് മാനേജ്മെന്റിന്റെ മുന്നിൽ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലെ? ശരിയല്ലേ? നമുക്ക് ഈ പരിഹാര നടപടികൾ വേണം. അപ്പൊ എന്ത് ചെയ്യാണ് നമ്മൾ? നമ്മുടെ മാനേജ്മെന്റിന്റെ മുന്നിൽ എന്ത് ചെയ്യാണ്? ഈ പ്രശ്നങ്ങൾ നമുക്ക് നേരിട്ട് പോയി എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? അവതരിപ്പിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലെ? അതൊരു ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയറിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. അത് നമുക്കത് ഡിസ്ക്ലോസ് ചെയ്യാണ്ട് വെക്കേണ്ട ഒരു കാര്യമില്ല അല്ലെ? അങ്ങനെ എന്തെങ്കിലും ഗ്രീവൻസസ് വരികയാണെങ്കിൽ ഇങ്ങനെ ഒരു ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയർ, അതൊരു ഫോർമൽ പ്രൊസീജിയർ ആണ്. അത് നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ പരിഹാര നടപടികൾ സ്വീകരിക്കാനായിട്ട് നമുക്ക് മാനേജ്മെന്റിന്റെ മുൻപില് പ്രശ്നങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, അത് ഒരു അഡ്വാൻറ്റേജ് ആണ്. ക്ലിയർ? അതാണ് അവിടെ പറയുന്നത്. ഇറ്റ് ബ്രിങ്സ് ഔട്ട് ഗ്രീവൻസ് ഇഷ്യൂസ് ഇൻ ഫ്രണ്ട് ഓഫ് ദ മാനേജ്മെന്റ് സോ ദാറ്റ് റെമഡിയൽ ആക്ഷൻസ് ക്യാൻ ബി ടേക്കൺ. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് എന്താണ്? ടൈംലി ഇന്റർവെൻഷൻ ബൈ ദ മാനേജ്മെന്റ് പ്രിവെന്റ്സ് minor grievances from assuming big proportions and becoming a dispute. അതായത് നമ്മുടെ മാനേജ്മെന്റിന്റെ സമയോചിതമായിട്ടുള്ള ഇടപെടലുകളിലൂടെ നമുക്ക് വളരെ മൈനർ ആയിട്ടുള്ള ഗ്രീവൻസസ്, വളരെ ചെറിയ ഗ്രീവൻസസുകൾ ആണെങ്കിൽ കൂടിയും അത് എന്താണ്? ഉയർന്ന തോതിൽ, അത് ഒരു വലിയ തോതിൽ വളർന്ന് വലിയൊരു തർക്കമായിട്ട് മാറുന്നത് തടയാനായിട്ട് സാധിക്കും അല്ലെ? കാര്യം കറക്റ്റ് സമയത്ത് നമുക്കൊരു ഗ്രീവൻസ് ഉണ്ടായി കഴിഞ്ഞാൽ ഉടനടി നമുക്ക് എന്ത് ചെയ്യാം? ഗ്രീവൻസ് റിഡ്രസൽ കമ്മിറ്റിയുടെ മുമ്പാകെ നമുക്ക് ആ ഒരു പ്രശ്നങ്ങൾ എന്ത് ചെയ്യാം? അവതരിപ്പിക്കാം. അപ്പൊ നമുക്ക് അതിനുള്ള പരിഹാരങ്ങൾ അതിലൂടെ ലഭിക്കും.
അതുകൊണ്ട് തന്നെ എന്താണ് മാനേജ്മെന്റിന്റെ ആ ഒരു സംയോജിതമാക്കി ഇടപെടലിലൂടെ വളരെ മൈനർ ആയിട്ടുള്ള ഗ്രീവൻസസ് ആണെങ്കിൽ കൂടിയും അത് വളർന്നു വലുതായി വലിയൊരു ഡിസ്പ്യൂട്ട് ആവുന്ന ഒരു സാഹചര്യം നമുക്ക് ഒഴിവാക്കാൻ പറ്റും അല്ലെ, വലിയൊരു തർക്കമായിട്ട് മാറുന്നത് നമുക്ക് ഇവിടെ ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അതാണ് രണ്ടാമത്തൊരു അഡ്വാൻറ്റേജ്. മൂന്നാമത്തെ പോയിന്റ് ഇതാണ്, ഇറ്റ് പ്രൊവൈഡ്സ് എ ഫോർമലൈസ്ഡ് ഔട്ട്ലെറ്റ് ഫോർ ദ എംപ്ലോയീസ് സൈക്കോളജിക്കൽ റിലീഫ് ടു റെഡ്യൂസ് ദെയർ ഡിസാറ്റിസ്ഫാക്ഷൻ. ഇപ്പൊ നമുക്കറിയാം എംപ്ലോയീസിന് അവരുടെ ആ ഒരു അതൃപ്തി അല്ലെങ്കിൽ അവരുടെ ആശങ്കകള് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു ഫോർമൽ അല്ലെ, ഒരു ഔപചാരികമായിട്ടുള്ള ഒരു സംവിധാനമാണ് എന്ത് ശരിക്കും പറഞ്ഞാൽ ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയർ അല്ലെ. അങ്ങനെ ഒരു ഫോർമൽ പ്രൊസീജിയർ ഉള്ളത് കൊണ്ട് തന്നെ എംപ്ലോയീസിന് ഏതെങ്കിലും തരത്തിലുള്ള കൺസേൺസോ എന്തെങ്കിലും ആശങ്കകളോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ, ഇഷ്യൂസുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ഫോർമൽ ആയിട്ട് അല്ലെങ്കിൽ അവർക്കത് എക്സ്പ്രസ് ചെയ്യാനായിട്ടുള്ള ഒരു ഔപചാരികമായിട്ടുള്ള ഒരു സംവിധാനമാണ് നമ്മൾ ഈ പറയുന്ന ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയർ അല്ലെ. അപ്പൊ അതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, എംപ്ലോയീസിന്റെ അസംതൃപ്തി ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. അവർക്കത് താങ്ങിക്കൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല അല്ലെ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അവർക്ക് ഇങ്ങനൊരു സിസ്റ്റം ഉള്ളത് കൊണ്ട് നമുക്കത് ആ ഒരു പ്രശ്നങ്ങൾ അവർക്ക് മുന്നിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അതിലൂടെ അവർക്ക് അവരുടെ അതൃപ്തി ഒരു പരിധി വരെ എന്ത് ചെയ്യാൻ പറ്റും, റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, പിന്നെ എന്താണ്, ദ ഗ്രീവൻസ് സിസ്റ്റം മേ ഓർ മേ നോട്ട് ബി യൂസ്ഡ് ബൈ ദ വർക്കർ ഫോർ ഹിസ് ഓർ ഇമോഷണൽ റിലീസ് ഇൻ എ പെർട്ടിക്കുലർ സിസ്റ്റം. അത് മാത്രമല്ല, ഇങ്ങനെ ഒരു ഗ്രീവൻസ് സംവിധാനം ഉള്ളത് കൊണ്ട് എംപ്ലോയീസിന് അല്ലെങ്കിൽ വർക്കേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ ഇമോഷണൽ സ്ട്രെസ് അവർക്ക് ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റുന്നുണ്ട് അല്ലെ. അവർക്കൊരു ഇമോഷണൽ സെക്യൂരിറ്റി അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, however, it builds within him a sense of emotional security as the system is there for his support. അവർക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗ്രീവൻസസ് വരികയാണെങ്കിൽ തന്നെ ഒരു എന്താ പറയാ, ഒരു ഔപചാരികമായിട്ടുള്ള ഒരു സംവിധാനം അവിടെ നിലനിൽക്കുന്നു എന്നുള്ളൊരു ഇമോഷണൽ ഫീലിംഗ് അവർക്ക് കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. കാരണം അവർക്ക് എന്ത് ഇഷ്യൂസ് വന്നാലും അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അവരുടെ ഒരു ഫോർമൽ ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയർ ഉണ്ട് അല്ലെ. ആ ഒരു പിന്തുണ ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് അതിലൂടെ എന്ത് ലഭിക്കുന്നുണ്ട്, ഒരു ഇമോഷണൽ സെക്യൂരിറ്റി അവർക്ക് അതിലൂടെ ലഭിക്കുന്നുണ്ട്. അതാണ് മൂന്നാമതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. വായിച്ചൊക്കെ, ഇറ്റ് പ്രൊവൈഡ്സ് എ ഫോർമലൈസ്ഡ് ഔട്ട്ലെറ്റ് for the employees psychological release to reduce their dissatisfaction. The grievance system may or may not be used by the worker for his own emotional release in a particular system. However, it builds within him a sense of emotional security as the system is there for his support. Okay, clear ആയി വിചാരിക്കുന്നു. നാലാമത്തെ പോയിന്റ് ഇതാണ്, it facilitates the establishment and maintenance of a conducive working environment കേട്ടോ. അതുകൂടാതെ ഒരു ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയർ എന്ന് പറയുന്നത് വളരെ അനുകൂലമായിട്ടുള്ള ഒരു തൊഴിൽ അന്തരീക്ഷം എന്ത് ചെയ്യുന്നുണ്ട്, ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. വളരെ അനുകൂലമായിട്ട്, കാര്യം ഗ്രീവൻസസ് ഒക്കെ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് തന്നെ അതിനെ പരിഹരിക്കാനുള്ള ഒരു ഔപചാരിക സംവിധാനങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ അവിടെ അതിനും വലിയ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല അല്ലെ. അപ്പൊ ഗ്രീവൻസ് കുറയുമ്പോൾ തന്നെ എന്താണ്, നമുക്ക് നല്ലൊരു തൊഴിൽ അന്തരീക്ഷം അവിടെ എന്ത് ചെയ്യാൻ പറ്റും, ക്രിയേറ്റ് ഉണ്ട്. ഓക്കെ, ഗുഡ് മോർണിംഗ്. അപ്പൊ അതാണ് അവിടെ പറയുന്നത്, ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് ദ എസ്റ്റാബ്ലിഷ്മെന്റ് ആൻഡ് മെയിന്റനൻസ് ഓഫ് എ കൺഡ്യൂസീവ് വർക്കിംഗ് എൻവയോൺമെന്റ്. അത് വളരെ അനുകൂലമായിട്ടുള്ള ഒരു തൊഴിൽ അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ അടുത്ത നോക്കിയേ, അഞ്ചാമത്തെ പോയിന്റ് എന്താണ് പറയുന്നത്, ഇറ്റ് ഹെൽപ്സ് ദ മാനേജ്മെന്റ് ടു ഐഡന്റിഫൈ ദ ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ഫീലിംഗ്സ് ഓഫ് എംപ്ലോയീസ് റിഗാർഡിംഗ് ദ ഓർഗനൈസേഷണൽ പോളിസീസ്. സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലെ, സ്ക്രീൻ കാണുന്നില്ലേ? Okay. അതായത് it helps the management to identify the attitudes and feelings of employees regarding the organizational policies, rules and practices. അല്ലെ, അതായത് നമ്മുടെ ഓർഗനൈസേഷൻ നടപ്പിലാക്കിയിട്ടുള്ള പോളിസികള്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അതിനെ പറ്റിയിട്ടുള്ള എംപ്ലോയീസിന്റെ ആ ഒരു മനോഭാവം അല്ലെങ്കിൽ അതിനോടുള്ള അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് അത് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് അത് മാനേജ്മെന്റിനെ സഹായിക്കുന്നുണ്ട് അല്ലെ. ഇപ്പൊ നമുക്കറിയാം ഓർഗനൈസേഷൻ അവരുടെ നല്ല രീതിയിലുള്ള നടത്തിപ്പിന് വേണ്ടിയിട്ട് പലതരത്തിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസുകൾ, പോളിസികളൊക്കെ അവിടെ നടപ്പിലാക്കിയിട്ടുണ്ടാവും അല്ലെ. അപ്പൊ ആ ഒരു ഓർഗനൈസേഷൻ പോളിസികള്, പ്രൊസീജിയർ, റൂൾസ് ആൻഡ് റെഗുലേഷൻസിനോടുള്ള എംപ്ലോയീസിന്റെ ഒരു മനോഭാവം, അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ അവരുടെ ഫീലിങ്സ് എന്താണ് എന്നുള്ളത്
കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് മാനേജ്മെന്റിന്റെ ഒരു ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയറിലൂടെ സാധിക്കും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ആൻഡ് സോ ദാറ്റ് എസെൻഷ്യൽ അപ്ഗ്രേഡ്സ് ഇൻ പോളിസീസ് ആൻഡ് റൂൾസ് ക്യാൻ ബി ഡൺ. അതിനനുസരിച്ച് എന്തെങ്കിലും പോളിസികളിലോ റൂൾസ് ആൻഡ് റെഗുലേഷൻസിലൊക്കെ എന്തെങ്കിലും പരിഷ്കാരങ്ങൾ വരുത്തണമെങ്കിൽ അത് മാനേജ്മെന്റിന് ചെയ്യാൻ സാധിക്കും. അതായത് മാനേജ്മെന്റിന് അറിയാൻ പറ്റും അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള പോളിസികളിൽ എന്തെങ്കിലും അതൃപ്തികൾ ഈ പറയുന്ന എംപ്ലോയീസിന് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അറിയാൻ പറ്റും. കാരണം അങ്ങനെ ഉണ്ടെന്ന് വെച്ചാൽ കൂടുതൽ പരാതികൾ വരും. കൂടുതൽ പരാതികൾ വരുന്നത് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? അവിടുത്തെ പോളിസികളിൽ അല്ലെങ്കിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസിൽ എന്തൊക്കെയോ അതൃപ്തികൾ എംപ്ലോയീസിനുണ്ട് എന്നുള്ളത് മാനേജ്മെന്റിന് മനസ്സിലാക്കാൻ പറ്റും. അത് മനസ്സിലാക്കി കഴിഞ്ഞാല് മാനേജ്മെന്റിന് അതിനനുസരിച്ചിട്ടുള്ള പരിഷ്കാരങ്ങൾ, എന്തെങ്കിലും അപ്ഗ്രേഡേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും നീക്കുപോക്കുകൾ അതിനകത്ത് ചെയ്യാനായിട്ട് മാനേജ്മെന്റിന് സാധിക്കും. ഓക്കെ, അതാണ് അവിടെ പറയുന്നത് കേട്ടോ. ആറാമത്തെ പോയിന്റ് ഇതാണ്, ഇറ്റ് ക്ലോസ്ലി മോണിറ്റേഴ്സ് ദ ആർബിട്രറി മാനേജ്മെന്റ് ആക്ഷൻസ് കേട്ടോ. അതായത് ഒരു ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയർ എന്ന് പറയുന്നത് അത് ഏകപക്ഷീയമായിട്ടുള്ള മാനേജ്മെന്റിന്റെ പ്രവർത്തനങ്ങളെ എന്ത് ചെയ്യുന്നുണ്ട്? മോണിറ്റർ ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മൾ തുടക്കം പറഞ്ഞല്ലോ, അതായത് എങ്ങനെയൊക്കെ ഗ്രീവൻസസിന്റെ സോഴ്സ് നമ്മൾ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു അല്ലെ, മാനേജ്മെന്റിന്റെ സ്റ്റൈലൊക്കെ പലതരത്തിലുള്ള ഗ്രീവൻസസിന് കാരണമാവാറുണ്ട്. ഇപ്പൊ ഒരു ഓട്ടോക്രാറ്റിക് സ്റ്റൈൽ എന്നൊക്കെ നമ്മൾ പഠിച്ചിരുന്നു അല്ലെ. അതായത് മാനേജ്മെന്റിന്റെ വളരെ ഏകപക്ഷീയമായിട്ടുള്ള അല്ലെ ആ രീതിയിലുള്ള തന്നെയാണ് ആർബിട്രറി എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ അത്തരത്തിലുള്ള മാനേജ്മെന്റിന്റെ പ്രവർത്തനങ്ങൾ, അതായത് മാനേജ്മെന്റ് ആരുമായിട്ട് ആലോചിക്കാതെ അവര് സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാം, ഒരു ഏകപക്ഷീയമായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കുക അല്ലെ. അങ്ങനെയുള്ള പ്രവർത്തനങ്ങളെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഇതിലൂടെ നമുക്ക് ക്ലോസ് ആയിട്ട് മോണിറ്റർ ചെയ്യാൻ സാധിക്കുന്നുണ്ട് കേട്ടോ, നിരീക്ഷിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ as the manager knows that his actions can be scrutinized and challenged, he will be more cautious while coming to a decision. അപ്പൊ ഒരു മാനേജർക്ക് അത് അണ്ടർസ്റ്റുഡ് ആണ്. ഒരു മാനേജർക്ക് അറിയാം അവരുടെ പ്രവർത്തനങ്ങള് സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാകുന്നുണ്ട് എന്നുള്ളൊരു ധാരണയില് അദ്ദേഹം എന്ത് തീരുമാനങ്ങൾ എടുക്കുമ്പോഴും വളരെ ശ്രദ്ധാലുവായിരിക്കും. മനസ്സിലായോ? അപ്പൊ മാനേജർക്ക് അറിയാം അവരുടെ പ്രവർത്തനങ്ങൾ മാനേജ്മെന്റ് കറക്റ്റ് ആയിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയർ അല്ലെങ്കിൽ അതിന്റെ കമ്മിറ്റി കറക്റ്റ് ആയിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു ധാരണ ആർക്കുണ്ട്? മാനേജർക്കുണ്ട്. ആ ഒരു ധാരണയില് കുറെ കൂടെ എന്താണ് അത് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ എന്തായിരിക്കും? കുറെ കൂടെ കെയർഫുൾ ആയിരിക്കും അല്ലെ. അതായത് ഏകപക്ഷീയമായിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്തിട്ടില്ല? തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്. എല്ലാവരുമായിട്ട് കൂട്ടി ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു മനോഭാവം ആയിരിക്കും നമുക്ക് ഉണ്ടായിരിക്കുക. മനസ്സിലായോ പറഞ്ഞ കാര്യങ്ങള്? അപ്പൊ നമ്മളിവിടെ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയറിന്റെ അഡ്വാൻറ്റേജസ്, അതായത് പരാതി പരിഹാര നടപടിക്രമങ്ങൾ ഉള്ളതിന്റെ പ്രയോജനങ്ങള്, അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? അപ്പൊ ഒന്നാമത്തെ കാര്യം നമ്മൾ പറഞ്ഞു, എന്താണ്? പരിഹാര നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് മാനേജ്മെന്റിന്റെ മുൻപാകെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ അല്ലെങ്കിൽ നേരിട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ എന്താന്ന് വെച്ചാൽ മാനേജ്മെന്റിന്റെ സമയോചിതമായിട്ടുള്ള ഇടപെടലിലൂടെ വളരെ ചെറിയ തർക്കങ്ങൾ പോലും, ചെറിയ പ്രശ്നങ്ങൾ പോലും വളർന്നു വലുതായി ഒരു വലിയ തർക്കമാവുന്ന സാഹചര്യം നമുക്ക് അതിലൂടെ തടയാൻ അല്ലെങ്കിൽ ഒഴിവാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ എന്താണ്? ഈ പറയുന്ന എംപ്ലോയീസിന് അവരുടെ എന്താ പറയാ ആ ഒരു അതൃപ്തി അല്ലെ, അവരുടെ ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ, അവർക്ക് ഉണ്ടാകുന്ന ഗ്രീവൻസസ് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു ഔപചാരികമായിട്ടുള്ള ഒരു സംവിധാനമാണ് ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയർ എന്ന് പറയുന്നത്. അപ്പൊ അത് എംപ്ലോയീസിന്റെ എന്തിനെ കുറയ്ക്കുന്നുണ്ട്? അതൃപ്തിനെ കുറയ്ക്കുന്നുണ്ട്. അത് മാത്രമല്ല, അവർക്ക് എന്ത് ഇഷ്യൂസ് വന്നു കഴിഞ്ഞാലും അവരെ പിന്തുണയ്ക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ ഒരു ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയർ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളൊരു എന്താണ് സപ്പോർട്ട് അവർക്ക്, അങ്ങനെ ഒരു ഇമോഷണൽ സെക്യൂരിറ്റി കൂടെ അവർക്ക് അതിലൂടെ ലഭിക്കുന്നുണ്ട്. പിന്നെ ഒരു ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയറിലൂടെ നമുക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു തൊഴിൽ അന്തരീക്ഷം നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ ഓർഗനൈസേഷൻ നടപ്പാക്കിയിട്ടുള്ള പോളിസികളും റൂൾസ് ആൻഡ് റെഗുലേഷൻസിനോടുള്ള എംപ്ലോയീസിന്റെ മനോഭാവം, അവരുടെ ഫീലിംഗ്സ് എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് അത് മാനേജ്മെന്റിന് സഹായിക്കുന്നുണ്ട്. അപ്പൊ അതിനനുസരിച്ച് എന്തെങ്കിലും പോളിസികളിലെ പരിഷ്കാരങ്ങൾ വരുത്തണമെങ്കിൽ മാനേജ്മെന്റിന് അത് ചെയ്യാനും സാധിക്കും അല്ലെ. പിന്നെ മാനേജ്മെന്റിന്റെ പ്രവർത്തനം പ്രത്യേകിച്ച് ഏകപക്ഷീയമായിട്ടുള്ള ഒരു രീതിയിലുള്ള ഒരു ഓട്ടോക്രാറ്റിക് സ്റ്റൈൽ ഓഫ് മാനേജ്മെന്റ് പ്രവർത്തനങ്ങളെ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ മോണിറ്റർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മാനേജേഴ്സ് അവരുടെ പ്രവർത്തനങ്ങൾ സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാകുന്നു എന്നുള്ള ധാരണയിൽ എന്ത് തീരുമാനങ്ങൾ എടുക്കുമ്പോഴും അത് വളരെയധികം ശ്രദ്ധയോടുകൂടി തീരുമാനങ്ങൾ എടുക്കുന്നു അല്ലെ. കാരണം അല്ലെങ്കിൽ എന്താവും? അവർക്ക് പല ഇഷ്യൂസും ഫേസ് ചെയ്യുന്നതായിട്ട് വരും. മനസ്സിലായോ പറഞ്ഞ പോയിന്റുകള്? ഓക്കെ ആണോ? Advantages of grievance redressal procedure clear ആയോ എല്ലാ പോയിന്റുകളും? Okay, അപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയറിന്റെ അഡ്വാൻറ്റേജസ്, അതായത് പരാതി പരിഹാര നടപടിക്രമങ്ങൾ ഉള്ളതിന്റെ പ്രയോജനങ്ങള്, പിന്നെ ഒരു മാനേജ്മെന്റ് സമയോചിതമായിട്ടുള്ള ഇടപെടലിലൂടെ വളരെ ചെറിയ തർക്കങ്ങൾ പോലും വളരെ ചെറിയ പ്രശ്നങ്ങൾ പോലും വളരെ ചെറിയ തർക്കമാവുന്ന സാഹചര്യം നമുക്ക് അതിലൂടെ തടയാൻ അല്ലെങ്കിൽ ഒഴിവാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്.
മനസ്സിലായോ? ആരും റെസ്പോണ്ട് ചെയ്യാനില്ലേ? ഒരാള് പോലും റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്നില്ലേ? ഓക്കെ ആണോ? ഓക്കെ, ക്ലിയർ ആണ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനായിട്ടുള്ളത് ഡിസ്അഡ്വാൻറ്റേജസ് ആണ്. ഇത്രയും നമ്മൾ അഡ്വാൻറ്റേജസ് പഠിച്ചല്ലോ. നമുക്ക് അതിന്റെ ഡിസ്അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയർ കേട്ടോ. ഒരു ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയറിന്റെ എന്താണ് ഡിസ്അഡ്വാൻറ്റേജസ് അല്ലെ എന്തൊക്കെയാണ്, അതിന്റെ ചില ദോഷവശങ്ങളാണ് ഇന്ന് നമ്മൾ കാണാനായിട്ട് പോകുന്നത് കേട്ടോ. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് ഇതാണ്, ദ പ്രൊസീജിയർ ക്യാൻ ബി ലെങ്തി ആൻഡ് കോസ്റ്റ്ലി. അതായത് ഒരു ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയർ എന്ന് പറയുന്നത് മിക്കവാറും അത്യാവശ്യം ലെങ്തി ആയിരിക്കും, അത്യാവശ്യം ദൈർഘ്യമുള്ളതായിരിക്കും, ചെലവേറിയതുമായിരിക്കും. ഓക്കെ, പക്ഷെ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, കുറച്ച് സമയം എടുക്കും, കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ്. പിന്നെ മാത്രമല്ല എന്താണ്, കുറെ കൂടെ കോസ്റ്റ്ലി ആണ് അല്ലെ, നമുക്ക് എന്തെങ്കിലും ചെലവുണ്ട് അല്ലെ, കോസ്റ്റ്ലി ആണ്. അപ്പൊ അതൊരു ഡിസ്അഡ്വാൻറ്റേജ് ആണ്. ഓക്കെ, രണ്ടാമത്തെ കാര്യം എന്താണ്, ലാക്ക് ഓഫ് പീപ്പിൾ സ്കിൽസ് ടു ഡീൽ വിത്ത് ഗ്രീവൻസസ് അറ്റ് എവരി സ്റ്റേജ്. അതായത് ഓരോ തലത്തിലും നമ്മൾ ഈ പറയുന്ന ഗ്രീവൻസസുകൾ കൈകാര്യം ചെയ്യുന്നതിനായിട്ട് സ്കിൽഡ് ആയിട്ടുള്ള ആളുകളുടെ അഭാവം ഉണ്ടാവാം അല്ലെ. അതായത് നമ്മൾ ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയർ ഒക്കെ നമ്മൾ പഠിച്ചതാണ്, 6 സ്റ്റെപ്പുകളൊക്കെ നമ്മൾ കണ്ടതാണ് അല്ലെ. അപ്പൊ ഈ ഗ്രീവൻസിന്റെ ഓരോ ഘട്ടത്തിലും അത് ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യാനായിട്ട് സ്കിൽഡ് ആയിട്ടുള്ള ആളുകൾ ചിലപ്പോൾ ഉണ്ടായിന്ന് വരില്ല. ഓക്കെ, സ്കിൽഡ് ആയിട്ടുള്ള ആളുകൾക്ക് അതിനുള്ള ഒരു സ്കില്ല് ചിലപ്പോ ഉണ്ടായിന്ന് വരില്ല. അതൊക്കെ അതിന്റെ പ്രാക്ടിക്കൽ ആയിട്ട് വരുന്ന ചില എന്താണ് ഡിസ്അഡ്വാൻറ്റേജസ് ആണ് കേട്ടോ. ഓക്കെ, മൂന്നാമത്തെ കാര്യം പറയുന്നത് എന്താണ്, ഡിഫറെന്റ് പ്രൊസീജിയേഴ്സ് ആർ ഫോളോഡ് ഇൻ ഓർഗനൈസേഷൻ. ഇപ്പൊ ഓരോ ഓർഗനൈസേഷനിലും വ്യത്യസ്ത തരത്തിലുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയറുകളാണ് അവർ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, എല്ലാവർക്കും ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയറിൽ എന്തുണ്ട്, വ്യത്യാസമുണ്ട്, എല്ലാവർക്കും ഒരുപോലെ ആവണമെന്നില്ല. ഓരോ ഓർഗനൈസേഷനിലും അവരുടേതായ ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയറുകളാണ് അവർ അഡോപ്റ്റ് ചെയ്യുന്നത്. അപ്പൊ എന്താന്ന് വെച്ചാല്, there can be hostile action from the management against the grievant employees. ഇപ്പൊ പരാതിക്കാരായിട്ടുള്ള ജീവനക്കാരന്റെ എതിരായിട്ട് ചിലപ്പോ മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് ശത്രുതാപരമായിട്ടുള്ള എന്തെങ്കിലും നിലപാടുകൾ ഉണ്ടാകുന്നല്ല പറയുന്നത്, ഉണ്ടാകാനുള്ള ചാൻസ് അവിടെ ഉണ്ട്. അത് ഓരോരുത്തരുടെ രീതിക്ക് അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ടാണ് പറഞ്ഞത് ഓരോ ഓർഗനൈസേഷനിലും ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയർ വ്യത്യാസമുണ്ട്. അപ്പൊ ഈ പരാതിക്കാരായിട്ടുള്ള ജീവനക്കാരുടെ അടുത്ത് ചിലപ്പോൾ മാനേജ്മെന്റിന് എന്തുണ്ടാവാം, ഒരു ശത്രുതാപരമായിട്ടുള്ളൊരു മനോഭാവം, ഒരു നിലപാട് ചിലപ്പോൾ ഉണ്ടായേക്കാം അല്ലെ. ഓക്കെ, പിന്നെന്താണ്, ഫൈനൽ ഡിസിഷൻസ് ക്യാൻ ബി വിത്ത്ഹെൽഡ് ബൈ ദ മാനേജ്മെന്റ്. ദിസ് കോസസ് ഫ്രസ്ട്രേഷൻ എന്ന എംപ്ലോയീസ്. അതുപോലെ തന്നെ ഈ ഫൈനൽ ഡിസിഷൻ ഉണ്ടല്ലോ, അതായത് ഈ പറയുന്ന നമ്മുടെ ഗ്രീവൻസ് റിഡ്രസൽ കമ്മിറ്റിയുടെ തീരുമാനങ്ങള്, ഈ ഫൈനൽ ഡിസിഷന് തടയാനായിട്ട്, ഓക്കെ, അതിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് ആർക്ക് സാധിക്കും, മാനേജ്മെന്റിന് സാധിക്കും. ഓക്കെ, അങ്ങനെ അത് മാനേജ്മെന്റിന് സാധിക്കുന്നത് കൊണ്ട് തന്നെ ഇറ്റ് കോസസ് ദ ഫ്രസ്ട്രേഷൻ എമംഗ് എംപ്ലോയീസ്. അത് എംപ്ലോയീസിന്റെ ഇടയിൽ ഒരു നിരാശ ഉണ്ടാക്കാം എന്നാണ് പറയുന്നത്. മനസ്സിലായോ? അതായത് മാനേജ്മെന്റിന് എടുക്കുന്ന തീരുമാനങ്ങളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനായിട്ട് അല്ലെങ്കിൽ അതിനെ തടയാനായിട്ട് മാനേജ്മെന്റിന് സാധിക്കും. അതുകൊണ്ട് തന്നെ എന്താണ്, അത് എംപ്ലോയീസിന്റെ ഇടയിൽ ഒരു നിരാശയ്ക്ക് ഇടവരുത്തും, ഫ്രസ്ട്രേഷന് കാരണം. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഇതാണ്, the members may not react promptly and become dependent on the union to look after all the issues. മറ്റൊരു പോസിബിലിറ്റി പറയുന്നത് എന്താണെന്ന് വെച്ചാല്, the members may not react promptly. ഇപ്പൊ മെമ്പേഴ്സ് ഉണ്ടല്ലോ, മീൻസ് മാനേജ്മെന്റിലെ ആൾക്കാരാവാം, അല്ലെങ്കിൽ ഗ്രീവൻസ് റിഡ്രസൽ കമ്മിറ്റിയിലെ മെമ്പേഴ്സ് ആയിരിക്കാം. അത് ചിലപ്പോ ഉടനടി തന്നെ റിയാക്ട് ചെയ്യണമെന്നില്ല. അതായത് ഒരു പരാതി അവരുടെ കയ്യിൽ കിട്ടിയാലും തന്നെ അവരൊരു പക്ഷെ പെട്ടെന്ന് തന്നെ റെസ്പോണ്ട് ചെയ്യുന്നത് നിർബന്ധമില്ല. ഓക്കെ, അങ്ങനെ ഇല്ലാത്തത് കൊണ്ട് അതൊരു പ്രശ്നമാണ്. അത് മാത്രമല്ല, and become dependent on the union to look after all the issues. യൂണിയൻ എന്ന് പറയുമ്പോൾ എംപ്ലോയീസിന്റെ യൂണിയൻ ഒക്കെ ഉണ്ടാവല്ലോ, ട്രേഡ് യൂണിയൻ. അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ എല്ലാ പ്രശ്നങ്ങളും നോക്കാനായിട്ട് ചിലപ്പോ ഒരു യൂണിയനെ ആശ്രയിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നേക്കാം. അതായത് മെമ്പേഴ്സ് ചിലപ്പോൾ അതിന് അത്ര എന്തുണ്ടാവില്ല, കുറെ കൂടി ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ല. അവർക്ക് ഒരു പരാതി ലഭിച്ചാൽ ചിലപ്പോൾ അവർ പെട്ടെന്ന് തന്നെ അതിന് റെസ്പോണ്ട് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല അല്ലെ. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ എന്ത് ചെയ്യും, യൂണിയന്റെ അടുത്തേക്ക് അത് വിട്ടുകൊടുക്കും അല്ലെ, എംപ്ലോയീസിന്റെ യൂണിയനിലേക്ക് വിട്ടുകൊടുത്ത് ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനായിട്ട് അവർക്ക് ചിലപ്പോൾ വിട്ടുകൊടുത്തേക്കും. പക്ഷെ അതിലൂടെ നമുക്ക് നല്ലൊരു സൊല്യൂഷൻ കിട്ടിയെന്ന് വരില്ല അല്ലെ.
അതുകൊണ്ടാണ് അത് അതൊക്കെയാണ് അതിലൊരു ഒരു ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത് കേട്ടോ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയറിന്റെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഒന്ന്, ഈ പ്രൊസീജിയർ വളരെ ദൈർഘ്യമുള്ളതാണ്, അതുപോലെ ചെലവേറിയതാണ്. പിന്നെന്താണ്? ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയറിന്റെ ഓരോ തലത്തിലും അത് ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യാനുള്ള ആളുകളുടെ, സ്കിൽഡ് ആയിട്ടുള്ള ആളുകളുടെ അഭാവം ഉണ്ടായേക്കാം. അതുപോലെ തന്നെ ഓരോ ഓർഗനൈസേഷനും ഡിഫറെന്റ് ആയിട്ടുള്ള പ്രൊസീജിയറുകളാണ് ഫോളോ ചെയ്യുന്നത്. അതിനാൽ ഈ പറയുന്ന പരാതിക്കാരായിട്ടുള്ള ജീവനക്കാർക്കെതിരെ മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും നിലപാടുകൾ, പ്രത്യേകിച്ച് അവരെ ഒപ്പോസ് ചെയ്യുന്ന, അവർക്ക് ശത്രുതാപരമായിട്ടുള്ള നിലപാടുകൾ ഉണ്ടാവാം. അതുപോലെ ഈ പറയുന്ന മാനേജ്മെന്റിന് ഈ എന്താണ് ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയറിലൂടെ ലഭിക്കുന്ന തീരുമാനങ്ങളുണ്ടല്ലോ, ആ തീരുമാനങ്ങൾ തടയാനുള്ള ഒരു റൈറ്റ്, അല്ലെങ്കിൽ തടയാനായിട്ട് ആർക്ക് പറ്റും? മാനേജ്മെന്റിന് സാധിക്കും. അത് എംപ്ലോയീസിന്റെ ഉള്ളിൽ ഒരു പക്ഷെ നിരാശയുണ്ടാക്കാം. അതുപോലെ തന്നെ ഈ പറയുന്ന മാനേജ്മെന്റിലെ അംഗങ്ങൾ പെട്ടെന്ന് ഒരു പരാതിക്കെതിരെ റിയാക്ട് ചെയ്യണമെന്നില്ല, അതിന് റെസ്പോണ്ട് ചെയ്യണമെന്നില്ല. ചിലപ്പോൾ എല്ലാ പ്രശ്നങ്ങളും നോക്കാനായിട്ട് അവര് യൂണിയനെ ആശ്രയിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കാം. അപ്പൊ അവിടെ നമുക്ക് ശരിയായ ഒരു സൊല്യൂഷൻ കിട്ടില്ല. സ്വാഭാവികമായിട്ട് അതൊക്കെ അതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജസ് ആണ്. ഓക്കെയാണോ? മനസ്സിലായോ? അത് രണ്ടും ഒന്ന് വായിച്ചു നോക്കിയേ. അഡ്വാൻറ്റേജസ് ഓഫ് ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയറും ഡിസഡ്വാൻറ്റേജസ് ഒന്ന് വായിച്ചു നോക്കിയേ. നിങ്ങൾക്ക് എല്ലാ പോയിന്റുകളും ക്ലിയർ ആയോ നോക്കിയേ. നമുക്ക് അടുത്ത ടോപ്പിക് നോക്കാം. ഓക്കെ, ഓക്കെയാണോ? മനസ്സിലായോ? ക്ലിയർ അല്ലേ? അപ്പൊ അതോടുകൂടി നമ്മുടെ ഗ്രീവൻസിന്റെ ആ ഒരു ടോപ്പിക് അവിടെ അവസാനിക്കുകയാണ് കേട്ടോ. നമ്മുടെ ചാപ്റ്ററിന്റെ പേര് ഓർമ്മയുണ്ടല്ലോ, ഗ്രീവൻസ് ഹാൻഡ്ലിംഗ്, ഡിസിപ്ലിൻ, അങ്ങനെയാണ് പോകുന്നത്. ഓരോരോ ടോപ്പിക് ആയിട്ടാണ് അതിൽ പോകുന്നത് കേട്ടോ. അപ്പൊ ഗ്രീവൻസ് നമ്മുടെ കഴിയാണ്. ഗ്രീവൻസിന്റെ ഡെഫിനേഷനും അതിന്റെ കൺസെപ്റ്റും അതിന്റെ സോഴ്സസും അല്ലെ, അതൊക്കെ നമ്മൾ കണ്ടു. ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയർ, അതിന്റെ അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ള ടോപ്പിക് എംപ്ലോയി ഡിസിപ്ലിൻ ആണ് കേട്ടോ. അടുത്ത ടോപ്പിക് ഏതാണ്? എംപ്ലോയി ഡിസിപ്ലിൻ ആണ്. അതായത് ജീവനക്കാരുടെ അച്ചടക്കത്തിനെ പറ്റിയിട്ടാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, നോക്കാം. ആദ്യം തന്നെ മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് ഡിസിപ്ലിൻ ആണ് കേട്ടോ. ഓക്കെ, ഡിസിപ്ലിൻ എന്നതിന്റെ, പ്രത്യേകിച്ച് എംപ്ലോയി ഡിസിപ്ലിന്റെ ആ ഒരു മീനിങ്, ആ ഒരു കൺസെപ്റ്റും അതിന്റെ ഡെഫിനേഷനും ആണ് നമുക്ക് ആദ്യം നോക്കാനായിട്ടുള്ളത്. ഓക്കെ, ശ്രദ്ധിക്കാം. Discipline refers to follow up of rules and regulations in a systematic manner by the employees in the interest of the organization. Underline ചെയ്തു വെക്കുക കേട്ടോ. അതൊരു ഡെഫിനേഷൻ ആണ്. എന്താണ് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ? It refers to follow up of rules and regulations in a systematic manner by the employees in the interest of the organization. The employees perform their duties and responsibilities keeping the terms and conditions of the company in their mind, and it shows that they are disciplined. അല്ലെ, അതായത് ഒരു ഓർഗനൈസേഷന്റെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് ജീവനക്കാര് അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ പാലിക്കുന്നതിനെയാണ് നമ്മൾ ഡിസിപ്ലിൻ അഥവാ അച്ചടക്കം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായല്ലോ? ഒരു ഓർഗനൈസേഷന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അവിടെ താല്പര്യങ്ങളെ മുൻനിർത്തിയിട്ട് അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസുകളൊക്കെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ എന്താണ് ജീവനക്കാർ പാലിക്കുന്നതിനെയാണ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. ഏതൊരു ഓർഗനൈസേഷനും അവർക്ക് അവരുടേതായ ഒരു കോഡ് ഓഫ് ബിഹേവിയർ ഉണ്ടായിരിക്കും അല്ലെ, അവരുടേതായ ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടായിരിക്കും.
അല്ലെ? അത് കൃത്യമായിട്ട് ജീവനക്കാർ പാലിക്കുന്നതിനെയാണ് നമ്മൾ ഡിസിപ്ലിൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഏതൊരു എംപ്ലോയീസ് ആണെങ്കിലും ഇപ്പൊ നമ്മളൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ സ്ഥാപനത്തിന്റെ ലക്ഷ്യങ്ങൾ ഉണ്ടാവും, നമ്മുടെ സ്ഥാപനത്തിന് ഒരു കോഡ് ഓഫ് കണ്ടക്ട് ഉണ്ടാവും, കോഡ് ഓഫ് ബിഹേവിയർ ഉണ്ടാവും, അല്ലെ? അതിനനുസരിച്ച് വേണം നമ്മൾ അവിടുത്തെ ഓരോ ജീവനക്കാരും എന്ത് ചെയ്യാനായിട്ട്, പ്രവർത്തിക്കാനായിട്ട്. അപ്പോ ഈ പറയുന്ന കമ്പനിയുടെ അല്ലെങ്കിൽ ഓർഗനൈസേഷന്റെ എന്താ പറയാ ടേംസ് ആൻഡ് കണ്ടീഷൻസുകളെല്ലാം തന്നെ കൺസിഡർ ചെയ്തുകൊണ്ടാണ് ഓരോ എംപ്ലോയീസും അവരുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് നിർവഹിക്കുന്നത്. ഓക്കെ, ഇറ്റ് ഷോസ് ദാറ്റ് ദേ ആർ ഡിസിപ്ലിൻ. അതെന്താണ് കാണിക്കുന്നത്? അവര് കുറെ കൂടെ ഡിസിപ്ലിൻഡ് ആണ് എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അത്രയേ ഉള്ളൂ കേട്ടോ. ഇനി നോക്കാം, വൺ ഓഫ് ദ മെയിൻ ഫങ്ഷൻസ് ഓഫ് ദ മാനേജ്മെന്റ് ഈസ് എംപ്ലോയി ഡിസിപ്ലിൻ കേട്ടോ. അതായത് മാനേജ്മെന്റിന്റെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് എന്ത്? എംപ്ലോയി ഡിസിപ്ലിൻ. നമ്മൾ ഒരെണ്ണം പറഞ്ഞു, ഗ്രീവൻസ് റിഡ്രസൽ പറഞ്ഞു, അതൊരു ഫംഗ്ഷൻ ആണ്. അതുപോലെ തന്നെ മാനേജ്മെന്റിന്റെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് എന്ത്? എംപ്ലോയി എന്താണ്? ഡിസിപ്ലിൻ എന്ന് പറയുന്നത്, അല്ലെ? ജീവനക്കാരുടെ അച്ചടക്കം മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഫംഗ്ഷൻ ആണ്. ഓക്കെ, നോക്കിയേ, ഡിസിപ്ലിൻഡ് എംപ്ലോയീസ് ആർ നോട്ട് ഓൺലി കേപ്പബിൾ ഓഫ് ഫേസിംഗ് the competitions but can also result in higher productivity and industrial growth. അല്ലെ? അതായത് വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള എംപ്ലോയീസ് ആണെന്ന് വിചാരിക്കാം. അതായത് നമ്മൾ ഒരു ഓർഗനൈസേഷന്റെ ഈ പറയുന്ന നിയമങ്ങളും അവിടുത്തെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ കൃത്യമായിട്ട് പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു എംപ്ലോയി ആണെന്ന് വിചാരിക്കുക. അവരൊരു ഡിസിപ്ലിൻഡ് എംപ്ലോയി ആണ്, അല്ലെ? അങ്ങനെയുള്ള ഒരു ഡിസിപ്ലിൻഡ് എംപ്ലോയി എന്ന് പറയുന്നത് അവര് പലതരത്തിലുള്ള ചാലഞ്ചിങ്, അതായത് ഈ കോമ്പറ്റീഷൻസ്, അല്ലെ? ഈ മത്സരാധിഷ്ഠിതമായിട്ടുള്ള സാഹചര്യങ്ങളെ നേരിടാൻ അവർ പ്രാപ്തരാകുക മാത്രമല്ല, അതിലൂടെ എന്താണ് ഈ പറയുന്ന കമ്പനിയുടെ പ്രൊഡക്ടിവിറ്റി, അല്ലെ, ഉത്പാദനക്ഷമതയും ഇൻഡസ്ട്രിയൽ ഗ്രോത്തും ഒക്കെ എന്താണ് അത് വർദ്ധിപ്പിക്കാനും കാരണമാവും. വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് പോകുന്ന, നല്ല രീതിയിൽ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്ന ഒരു എംപ്ലോയി ആണെങ്കിൽ തീർച്ചയായിട്ടും അവർക്കറിയാം ഒരു ഓർഗനൈസേഷൻ സംബന്ധമായിട്ട് പലതരത്തിലുള്ള കോമ്പറ്റീഷൻസ്, പലതരത്തിലുള്ള ചാലഞ്ചസുകളൊക്കെ അവർക്ക് ജോലി സംബന്ധമായിട്ട് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും, അല്ലെ? അതിന് നേരിടാനായിട്ട് അവർ പ്രാപ്തരാകുക മാത്രമല്ല, അത് ഉയർന്ന ഉത്പാദനക്ഷമതയ്ക്കും വ്യാവസായിക വളർച്ചയ്ക്കും കാരണമാകും. എന്ന് പറഞ്ഞാൽ അത് കമ്പനിയിൽ കുറെ കൂടെ പ്രൊഡക്റ്റീവായിട്ട് അവർ വർക്ക് ചെയ്യാനും അതിലൂടെ ഒരു എന്താ കമ്പനിയുടെ ഗ്രോത്ത്, ഇൻഡസ്ട്രിയൽ ഗ്രോത്തിനും അത് കാരണമാകും കേട്ടോ. ഇങ്ങനെയാണെങ്കിൽ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള എംപ്ലോയീസ് ആണ്. അത് മാത്രമല്ല, ഡിസിപ്ലിൻ മോട്ടിവേറ്റ്സ് them to work in a coordinated manner and achieve the organizational objectives easily. ഇതുകൂടാതെ ഒരു ഡിസിപ്ലിൻ എന്ന് പറയുന്നത് അത് ഈ പറയുന്ന എംപ്ലോയീസിന് വളരെ കോർഡിനേറ്റഡ് ആയിട്ട്, അല്ലെ, നല്ല രീതിയിൽ കോർഡിനേറ്റ് ആയിട്ട് പ്രവർത്തിക്കാൻ അവരെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെ, അവരെ പ്രേരിപ്പിക്കുന്നുണ്ട്. അതിലൂടെ ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങള് ഈസി ആയിട്ട് അവർക്ക് എന്ത് ചെയ്യാനും സാധിക്കും, അച്ചീവ് ചെയ്യാനും സാധിക്കും. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞ പോയിന്റുകള്? ഇത്രയേ ഉള്ളൂ. ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഓർഗനൈസേഷന്റെ താല്പര്യങ്ങൾ മുൻനിർത്തിയിട്ട് ജീവനക്കാർ അവരുടെ നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ പാലിക്കുന്നതിനെയാണ് നമ്മൾ ഡിസിപ്ലിൻ എന്ന് പറയുന്നത്, അല്ലെ? ഏതൊരു ജീവനക്കാരും അവരുടെ ഓർഗനൈസേഷന്റെ ഈ പറയുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് കൺസിഡർ ചെയ്തിട്ടാണ് അവർ അവരുടെ റെസ്പോൺസിബിലിറ്റി നിർവഹിക്കുന്നത്. ഒരു മാനേജ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം ജീവനക്കാരുടെ ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷൻ ആണ്. ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള എംപ്ലോയീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഉയർന്ന ഉത്പാദനക്ഷമതയ്ക്കും ഇൻഡസ്ട്രിയൽ ഗ്രോത്തിനും കാരണമാകുന്നുണ്ട്. അതുപോലെ ഡിസിപ്ലിനിലൂടെ നമുക്ക് എന്താണ് എംപ്ലോയീസിനെ കുറെ കൂടെ കോർഡിനേറ്റഡ് ആയിട്ടുള്ള രീതിയിൽ അവരെ പ്രവർത്തിക്കാൻ, അല്ലെ, അതിനുവേണ്ടി അവരെ പ്രേരിപ്പിക്കാനും അതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും? എല്ലാവരും കോർഡിനേറ്റ് ആയിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ എന്താണ് ഗുണം? ഓർഗനൈസേഷനിലെ ലക്ഷ്യങ്ങൾ നമുക്ക് ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് അതിന്റെ രണ്ട് ഡെഫിനിഷൻസ് ആണ് കേട്ടോ. രണ്ട് ഡെഫിനിഷൻസ് ആണ്. ഫസ്റ്റ് വൺ വരുന്നത് അക്കോർഡിംഗ് ടു ഡെയിൽ എസ് ബീച്ച് കേട്ടോ. ഡെയിൽ എസ് ബീച്ചിന്റെ ഒരു എന്താ പറയാ ഈ പറയുന്ന പോലെ ഒരു ഡെഫിനിഷൻ ഉണ്ട്. അതുപോലെ തന്നെ ക്യാരി ഡെസ്ലറിന്റെ ഡെഫിനിഷൻ ഉണ്ട്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഡെഫിനിഷൻസുകളെല്ലാം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. ഗ്രീവൻസിൽ ഇതുപോലെ 4 ഡെഫിനിഷൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ ഡിസിപ്ലിന്റെ ഡെഫിനിഷൻ രണ്ടെണ്ണാണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ ഡെയിൽ എസ് ബീച്ചിന്റെ നോക്കാം കേട്ടോ. അക്കോർഡിംഗ് ടു ഡെയിൽ എസ് ബീച്ച്, ഡിസിപ്ലിൻ റെഗുലേറ്റ്സ് ദ ഹ്യൂമൻ ബിഹേവിയർ. എന്താണ് അച്ചടക്കം? ഡിസിപ്ലിൻ എന്ന് പറയുന്നത് അത് മനുഷ്യന്റെ പെരുമാറ്റത്തിനെ നിയന്ത്രിക്കുന്നു. ഏത് രീതിയിലാണ് നിയന്ത്രിക്കുന്നത്? ബൈ റിവാർഡ് ഓഫ് പെനാൾട്ടി. ഒന്നുകിൽ ഒരു പ്രതിഫലം കൊടുത്തുകൊണ്ടാവാം,
അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ശിക്ഷയിലൂടെ ആയിരിക്കാം നമ്മൾ എന്ത് ചെയ്യാണ് ഒരു മനുഷ്യന്റെ പെരുമാറ്റത്തിനെ നിയന്ത്രിക്കുന്നതിനെയാണ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. ശരിയല്ലേ? നമുക്കൊരു മനുഷ്യന്റെ പെരുമാറ്റത്തിനെ എങ്ങനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും? ഒന്നുകിൽ നമുക്ക് അവർക്ക് റിവാർഡ് കൊടുത്ത് നമുക്ക് അതിന്റെ അവരുടെ ബിഹേവിയർ ചേഞ്ച് ആക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഒരു ശിക്ഷയിലൂടെ നമുക്ക് അവരെ തിരുത്താൻ പറ്റും, അല്ലെ? ഈ രണ്ട് രീതിയിലാണ്. ഒന്നെങ്കിൽ ഒരു റിവാർഡിലൂടെ അല്ലെങ്കിൽ ഒരു പെനാൽറ്റിയിലൂടെ. ഡിസിപ്ലിൻ എന്ന് പറയുന്നത് എന്താണ്? അത് ഹ്യൂമൻ ബിഹേവിയറിനെ റെഗുലേറ്റ് ചെയ്യുന്നു, നിയന്ത്രിക്കുന്നു. ഓക്കെ, ആരാണ് അത് പറഞ്ഞത്? ഡെയിൽ എസ് ടീച്ചർ. ഓക്കെ, അടുത്തതാണ് അക്കോർഡിംഗ് ടു ഗാരി ഡെസ്ലർ. ഇനി ഗാരി ഡെസ്ലർ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് നോക്കിയേ. ഡിസിപ്ലിൻ ഈസ് എ പ്രൊസീജിയർ that corrects or punishes a subordinate because a rule of procedure has been violated. അതായത് ഒരു സബോർഡിനേറ്റ് സ്റ്റാഫ്, ഒരു കീഴുദ്യോഗസ്ഥൻ ഈ പറയുന്ന എന്താണ് നിയമങ്ങൾ അല്ലെങ്കിൽ ചട്ടങ്ങൾ ലംഘിച്ചു കഴിഞ്ഞാൽ അവര് തിരുത്തുകയോ അല്ലെങ്കിൽ ശിക്ഷിക്കുകയോ ചെയ്യുന്ന ആ ഒരു നടപടിക്രമത്തിനെയാണ് നമ്മൾ ഡിസിപ്ലിൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആരാണ് ഡിഫൈൻ ചെയ്തത്? ഗാരി ഡെസ്ലർ. ഗാരി ഡെസ്ലർ എന്താണ് പറയുന്നത്? ഈ പറയുന്ന ചട്ടങ്ങൾ ലംഘിച്ചു കഴിഞ്ഞാൽ സബോർഡിനേറ്റ് സ്റ്റാഫ്, ഒരു കീഴുദ്യോഗസ്ഥൻ ഈ പറയുന്ന ഓർഗനൈസേഷന്റെ ചട്ടങ്ങൾ ലംഘിച്ചു കഴിഞ്ഞാൽ അവരെ തിരുത്തുകയോ അല്ലെങ്കിൽ അവരെ ശിക്ഷിക്കുകയോ ചെയ്യുന്ന ആ ഒരു പ്രൊസീജിയറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിസിപ്ലിൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടും രണ്ട് രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഡെയിൽ സ്പീച്ച് പറഞ്ഞത് എന്താണ്? ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഒരു ഹ്യൂമൻ ബിഹേവിയറിനെ നിയന്ത്രിക്കുന്നു. ഗാരി ഡെസ്ലർ പറഞ്ഞത് ഒരു കീഴുദ്യോഗസ്ഥരുടെ സബോർഡിനേറ്റ് സ്റ്റാഫ് ചട്ടങ്ങൾ ലംഘിച്ചു കഴിഞ്ഞാൽ അവരെ തിരുത്തുകയോ അല്ലെങ്കിൽ അവരെ ശിക്ഷിക്കുകയോ ചെയ്യുന്ന ഒരു പ്രൊസീജിയറിനെയാണ് ഡിസിപ്ലിൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോ? ഓക്കെ ആണോ? വായിച്ചു നോക്കിയേ. മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് ഡിസിപ്ലിൻ തൊട്ട് ആ ഡെഫിനിഷൻസ് വരെ വായിച്ചു നോക്കുക. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് നേച്ചർ ഓഫ് ഡിസിപ്ലിൻ ആണ് കേട്ടോ. ഓക്കെ, ഡിസിപ്ലിന്റെ നേച്ചർ ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. നോക്കാം, നേച്ചർ ഓഫ് ഡിസിപ്ലിൻ ഈസ് ആസ് ഫോളോസ്. അപ്പൊ പ്രധാനമായിട്ട് നമുക്ക് ഒരു 6 പോയിന്റ് ആണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഓക്കെ, എന്തൊക്കെയാണ്? ഒന്ന്, സ്റ്റാൻഡേർഡ് ബിഹേവിയർ. രണ്ട്, മോട്ടിവേറ്റീവ് ഫോഴ്സ്. തേർഡ് വൺ, പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഇൻ നേച്ചർ. ഫോർത്ത് വൺ, വോളണ്ടറി ഓർ ഇമ്പോസ്ഡ്. ഫിഫ്ത് വൺ, right of the management, and sixth one, controlling force. Okay, നോക്കാം ഓരോന്ന് എന്താണുള്ളത്. ഫസ്റ്റ് വൺ സ്റ്റാൻഡേർഡ് ബിഹേവിയർ ആണ് കേട്ടോ. നോക്കാം, എവരി ഓർഗനൈസേഷൻ സെറ്റ്സ് certain objectives for the employees. To achieve these organizational goals, employees need to have a standard behavior which can be acquired by following a specific code of conduct formulated by the organization. അതായത് ഏതൊരു ഓർഗനൈസേഷനും അവരുടെ എംപ്ലോയീസിനായിട്ട് ചില ലക്ഷ്യങ്ങള്, ഒബ്ജക്റ്റീവ്സുകള് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ ഏതൊരു സ്ഥാപനം എടുക്കണമെങ്കിലും അവർക്ക് അവരുടേതായ ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഉണ്ട് അല്ലെ, അവരുടേതായ ലക്ഷ്യങ്ങളുണ്ട്. അപ്പോ ഈ ഒരു ഓർഗനൈസേഷൻ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് എങ്ങനെ നേടിയെടുക്കുന്ന അറിയോ? ഈ ഓർഗനൈസേഷൻ രൂപപ്പെടുത്തിയിട്ടുള്ള പെരുമാറ്റച്ചട്ടങ്ങള്, ആ ഒരു കോഡ് ഓഫ് കണ്ടക്ട് പാലിച്ചുകൊണ്ട് ഓർഗനൈസേഷൻ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ കഴിയുന്ന ഒരു സ്റ്റാൻഡേർഡ് ബിഹേവിയർ ആർക്കുണ്ടായിരിക്കണം? അവിടുത്തെ എംപ്ലോയീസിന് ഉണ്ടായിരിക്കണം. അത് മനസ്സിലായോ? അതായത് ഓരോ ഓർഗനൈസേഷനും എന്താണ്, അവരുടേതായ ചില ലക്ഷ്യങ്ങളുണ്ട് അല്ലെ, അവരുടെ എംപ്ലോയീസിന് വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അവർക്ക് നേടേണ്ട ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അവിടുത്തെ എംപ്ലോയീസ് എന്ത് ചെയ്യുന്നത്? പ്രവർത്തിക്കേണ്ടത്. അത് എങ്ങനെ നേടിയെടുക്കണം? ആ ഓർഗനൈസേഷൻ രൂപപ്പെടുത്തിയിട്ടുള്ള ചില പെരുമാറ്റച്ചട്ടങ്ങളുണ്ട് അല്ലെ, ആ പെരുമാറ്റച്ചട്ടങ്ങൾ പാലിച്ചുകൊണ്ട് അവരുടെ ലക്ഷ്യങ്ങള്, ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ കഴിയുന്ന വിധത്തില് ഒരു സ്റ്റാൻഡേർഡ് ബിഹേവിയർ ആർക്കുണ്ടായിരിക്കണം? ഓരോ എംപ്ലോയീസിനും ഉണ്ടായിരിക്കും. അത് ഡിസിപ്ലിന്റെ തന്നെ ഒരു ഭാഗമാണ്. ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള എംപ്ലോയി എന്ന് പറയുമ്പോൾ അവർക്ക് എന്തുണ്ടായിരിക്കും? ഒരു സ്റ്റാൻഡേർഡ് ബിഹേവിയർ അവർക്ക് ഉണ്ടായിരിക്കും. ഓക്കെ, അവരുടെ ലക്ഷ്യം എന്തായിരിക്കും? ഓർഗനൈസേഷണൽ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ.
അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ബിഹേവിയർ അവിടുത്തെ എംപ്ലോയീസിന് ഉണ്ടാകും. ഓക്കെ, അടുത്ത പോയിന്റ് എന്താണ്? മോട്ടിവേറ്റിംഗ് ഫോഴ്സ് ആണ്. നോക്കുക, ഡിസിപ്ലിൻ ആക്ട് ആസ് എ മോട്ടിവേറ്റിംഗ് ഫോഴ്സ് ബിക്കോസ് ഇറ്റ് എൻകറേജസ് എംപ്ലോയീസ് ടു കറക്റ്റ് ദെയർ മിസ്റ്റേക്സ് ഓർ മിസ്കണ്ടക്ട് after anticipating the consequences they may face if they violate the discipline policy. ഇനി ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഒരു മോട്ടിവേറ്റിംഗ് ഫോഴ്സ് ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞിരുന്നു അല്ലെ, ഈ പറയുന്ന എല്ലാ എംപ്ലോയീസിനും വളരെ കോർഡിനേറ്റഡ് ആയിട്ടുള്ള രീതിയിൽ കൊണ്ടുപോകാനും അതിലൂടെ ഓർഗനൈസേഷൻ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനും പ്രേരിപ്പിക്കുന്ന ഒരു മോട്ടീവ് ആണെന്ത് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. ഈ കാര്യം തന്നെയാണ് ഇവിടെ പറയുന്നത്. ഡിസിപ്ലിൻ ഒരു മോട്ടിവേറ്റിംഗ് ഫോഴ്സ് ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാല് ഇപ്പൊ എംപ്ലോയീസിന് അവരെന്തെങ്കിലും ഈ പറയുന്ന ഡിസിപ്ലിൻ പോളിസികള്, അതായത് അച്ചടക്ക നടപടികൾ ലംഘിച്ചു കഴിഞ്ഞാല് അവർക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്ന എല്ലാ കോൺസിക്വൻസസ്, എല്ലാ അനന്തരഫലങ്ങളും മുൻകൂട്ടി കണക്കാക്കുന്നതിലൂടെ അവരെന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് ഈ പറയുന്ന ഒരു തെറ്റുകൾ ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു ദുഷ്പ്രവൃത്തി ചെയ്യുന്നത് എന്ത് ചെയ്യാൻ പറ്റും? അവര് ഒഴിവാക്കാനായിട്ട് അവർക്ക് സാധിക്കും അല്ലെ. നമുക്കറിയാം, അപ്പൊ എംപ്ലോയീസിന് ബോധ്യമുണ്ട് നമ്മുടെ ഏതെങ്കിലും തരത്തിൽ അച്ചടക്ക പോളിസികൾ ലംഘിച്ചു കഴിഞ്ഞാൽ മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് നമുക്കെതിരെ എന്തുണ്ടാവും? ആക്ഷൻ ഉണ്ടാവും. അപ്പൊ ആ ഒരു കോൺസിക്വൻസസിന്റെ ആ ഒരു തീവ്രത അത് മനസ്സിലാക്കിക്കൊണ്ട് എംപ്ലോയീസ് എന്ത് ചെയ്യും? ആ തെറ്റുകൾ ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു ദുഷ്പ്രവൃത്തി ചെയ്യാനുള്ള ആ ഒരു സാധ്യതയെ അവിടെ എന്ത് ചെയ്യും? അവിടെ കുറയും അല്ലെ. അവരത് ചെയ്യാൻ മുതിരില്ല. കാര്യം എന്താ? അവർക്കെതിരെ ആക്ഷൻ വരും, അല്ലെങ്കിൽ പല കോൺസിക്വൻസസ് അവർക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും എന്നുള്ളൊരു ധാരണ അവർക്ക് ഉണ്ടായിരിക്കും. അപ്പൊ ആ ഒരു രീതിയിൽ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് എന്തായിട്ട് പ്രവർത്തിക്കുന്ന ഒരു മോട്ടിവേറ്റിംഗ് ഫോഴ്സ് ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഓക്കെ, അടുത്തത് എന്താണ്? മൂന്നാമത്തെ പോയിന്റ്, പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഇൻ നേച്ചർ. ഒരു ഡിസിപ്ലിൻ എന്ന് പറയുന്നത് പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം. എങ്ങനെയാന്ന് നോക്കാം. ഡിസിപ്ലിൻ ക്യാൻ ബി പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഇൻ നേച്ചർ. Following the rules and regulations of the organization systematically will provide a positive response to the employees in the form of a reward. Whereas violation of rules and regulations will have a negative effect on the future advancement of the employee. അതായത് ഒരു ഡിസിപ്ലിൻ എന്ന് പറയുന്നത് പോസിറ്റീവ് ആവാം, അതുപോലെ നെഗറ്റീവ് ആവാം. ഇപ്പൊ ഒരു ഓർഗനൈസേഷന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസുകൾ കൃത്യമായിട്ട് പാലിക്കുന്നുണ്ടെങ്കിൽ, ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് പാലിച്ചു പോകുന്ന ഒരു എംപ്ലോയിക്ക് അവർക്ക് എന്താണ്? ഒരു പ്രതിഫലത്തിന്റെ രൂപത്തിലായിരിക്കും അവർക്ക് ഒരു റെസ്പോൺസ് കിട്ടുന്നത് അല്ലെ. ഒരു റിവാർഡ് എന്നുള്ള രീതിയിലായിരിക്കും അവർക്ക് എന്ത് ലഭിക്കുന്നത്? ആ ഒരു റെസ്പോൺസ് ലഭിക്കുന്നത്. അതൊരു പോസിറ്റീവ് നേച്ചർ അല്ലേ ആണ്. അതേസമയം ഏതെങ്കിലും കാരണവശാൽ ഇവര് നിയമങ്ങൾ ലംഘിക്കുകയാണെങ്കിൽ അവർക്ക് എംപ്ലോയിക്ക് അവരുടെ ഭാവി പുരോഗതിന് അത് പ്രതികൂലമായിട്ട് ബാധിക്കാം. കാരണം വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കെതിരെ ആക്ഷൻസ് ഉണ്ടായിരിക്കും അല്ലെ. ആ ആക്ഷൻസിലൂടെ എന്ത് സംഭവിക്കും? എംപ്ലോയീസിന്റെ ഭാവി പുരോഗതിനെ അത് പ്രതികൂലമായിട്ടും ബാധിക്കും. അതൊരു നെഗറ്റീവ് ആയിട്ടുള്ള നേച്ചറാണ്. രണ്ട് രീതിയിലുണ്ട്, പോസിറ്റീവ് നേച്ചറുണ്ട്, നെഗറ്റീവ് നേച്ചറുണ്ട്. അതായത് റൂൾസ് ആൻഡ് റെഗുലേഷൻ കൃത്യമായിട്ട് പാലിച്ചു പോകുകയാണെങ്കിൽ ഒരു റിവാർഡിന്റെ രൂപത്തിൽ അവർക്ക് എന്ത് ലഭിക്കുന്നുണ്ട്? ഒരു റിയാക്ഷൻ ലഭിക്കുന്നുണ്ട്. അതേസമയം ഈ പറയുന്ന റൂൾസ് ഒക്കെ വയലേറ്റ് ചെയ്യുകയാണെങ്കിൽ എംപ്ലോയിയുടെ ഭാവി പുരോഗതിനെ അത് പ്രതികൂലമായിട്ട് തന്നെ ബാധിക്കും. ക്ലിയർ ആയിട്ട് വിചാരിക്കുന്നത് കേട്ടോ. നാലാമത്തെ പോയിന്റ് വരുന്നത് വോളണ്ടറി ഓർ ഇമ്പോസ്ഡ് കേട്ടോ. അതായത് ഡിസിപ്ലിൻ ഈസ് ഓഫ് ടു ടൈപ്പ്. ഡിസിപ്ലിൻ പ്രധാനമായിട്ടും രണ്ട് ടൈപ്പ് ആണുള്ളത്. ഇതൊക്കെയാണെന്നറിയോ? ഒന്ന് വോളണ്ടറി, മറ്റൊന്ന് ഇമ്പോസ്ഡ്. വോളണ്ടറി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വമേധയാ ഉണ്ടാവുന്ന കാര്യമാണ്. ഇമ്പോസ് ചെയ്യാന്ന് പറഞ്ഞത് നമ്മൾ ഫോഴ്സ്ഫുള്ളി ഒരാളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നതിനെയാണ് നമ്മൾ ഇമ്പോസ് ചെയ്യാന്ന് പറയുന്നത്. അപ്പൊ രണ്ട് ടൈപ്പ് ഓഫ് ഡിസിപ്ലിൻസ് ആണുള്ളത്. നോക്കുക, if an employee is self-disciplined, it is called voluntary discipline as it is chosen by one's own will. അല്ലെ, അതായത് ഒരു എംപ്ലോയി സെൽഫ് ഡിസിപ്ലിൻഡ് ആണെങ്കിൽ, ചില ആളുകൾ വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് ജീവിക്കുന്ന ആളുകൾ ഉണ്ടാവും അല്ലെ. അതിലൊരു സെൽഫ് ഡിസിപ്ലിൻഡ് ആയിട്ടാണെങ്കിൽ അതിനെയാണ് നമ്മൾ വോളണ്ടറി ഡിസിപ്ലിൻ എന്നാണ് പറയുന്നത്. കാര്യം ആരും അവരോട് ഇമ്പോസ് ചെയ്യുന്നതല്ല, ആരും അവരോട് പറഞ്ഞു ചെയ്യിപ്പിക്കുന്നത്. അതിന് സ്വമേധയാ എന്താണ്? സ്വമേധയാ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ആളുകളാണ് അല്ലെ. അപ്പൊ അതിന് നമ്മൾ വോളണ്ടറി ഡിസിപ്ലിൻ ആണ് പറയുന്നത്. അതൊരു സ്വമേധയാ തെരഞ്ഞെടുക്കുന്നത്. ഓക്കെ, അതേസമയം എന്താണ്? the rules and regulations are imposed forcefully, it is called imposed or obligatory discipline. അതേസമയം നമ്മൾ ഈ പറയുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോഴ്സ്ഫുള്ളി നമ്മൾ ഒരാളുടെ മേലെ അടിച്ചേൽപ്പിക്കാന്ന് വിചാരിക്കാം, ഇമ്പോസ് ചെയ്യാന്ന് വിചാരിക്കാം. അതിനെയാണ് നമ്മൾ ഇമ്പോസ്ഡ് അല്ലെങ്കിൽ ഒബ്ലിഗേറ്ററി ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. ഓക്കെ, അത്രയേ ഉള്ളൂ കേട്ടോ. അഞ്ചാമത്തെ പോയിന്റ് ഇതാണ്, റൈറ്റ് ഓഫ് ദ മാനേജ്മെന്റ്. ഇതാണ് റൈറ്റ് ഓഫ് ദ മാനേജ്മെന്റ്. ഓക്കെ, ഓക്കെ. Implementing rules and regulations on the employees for the betterment of the organization is
the need as well as the right of the management. അല്ലെ, ഈ പറയുന്ന എംപ്ലോയീസിന് ഓർഗനൈസേഷന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഈ പറയുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസുകൾ നടപ്പിലാക്കേണ്ടത് ഒരു മാനേജ്മെന്റിന്റെ അവകാശമാണ്, അവർക്ക് മാനേജ്മെന്റിന്റെ ആവശ്യമാണ്. അല്ലെ, മാനേജ്മെന്റിനെ സംബന്ധിച്ച് ഓർഗനൈസേഷൻ ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് പോകണം. അതിന്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് അവിടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇംപ്ലിമെന്റ്, ജീവനക്കാരുടെ അല്ലെങ്കിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളത് അത് മാനേജ്മെന്റിന്റെ ഒരു ആവശ്യമാണ്. അല്ലെ, അവരുടെ ഒരു റൈറ്റ് ആണ്. അപ്പോ in case the code of conduct is unfair and unjust, then only the employees of the organization can oppose it. Otherwise, it is undelayed. അതായത് ഇപ്പോ ഈ കോഡ് ഓഫ് കണ്ടക്ട്, അതായത് ഓർഗനൈസേഷനിൽ നടപ്പിലാക്കിയിട്ടുള്ള ആ ഒരു കോഡ് ഓഫ് ബിഹേവിയർ എന്ന് പറയുന്നത് അൺഫെയർ ആണെന്ന് വിചാരിക്കുക, അന്യായമാണെന്ന് കരുത്. അങ്ങനെയാണെങ്കിൽ ഓർഗനൈസേഷന്റെ എംപ്ലോയീസിന് മാത്രമാണ് അതിനെതിരെ ഡിഫെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു ഓർഗനൈസേഷൻ നടപ്പിലാക്കിയുള്ള പെരുമാറ്റച്ചട്ടങ്ങള് അന്യായമാണെന്ന് വിചാരിക്കാം. അപ്പൊ അവിടുത്തെ എംപ്ലോയീസിന് എന്ത് ചെയ്യാം, അതിനെതിരെ ഡിഫെൻഡ് ചെയ്യാം. അവർക്ക് മാത്രമാണ്, അത് അവരുടെ റൈറ്റ് ആണ്, അവർക്ക് അതിനെതിരെ എന്ത് ചെയ്യാം, ഒപ്പോസ് ചെയ്യാം. അതർവൈസ് ഇറ്റ് ഈസ് അൺഡിലേബിൾ. അല്ലാത്ത പക്ഷം അത് നിഷേധിക്കാനാവാത്തതാണ്. അല്ലാത്ത പക്ഷം നിഷേധിക്കാനാവാത്തതാണെന്ന് പറഞ്ഞാൽ എന്താണ്, ഫെയർ ആണെങ്കിൽ, ഇപ്പൊ അവിടുത്തെ കോഡ് ഓഫ് കണ്ടക്ട് ഫെയർ ആണെങ്കിൽ നമ്മൾ അത് പാലിച്ചിരിക്കണം, അത് നിഷേധിക്കാനായിട്ട് നമുക്ക് പറ്റില്ല. അല്ലെ, അതേസമയം അൺഫെയർ ആണെങ്കിൽ എന്ത് ചെയ്യാം, അവിടുത്തെ എംപ്ലോയീസിന് അതിനെതിരെ ഒപ്പോസ് ചെയ്യാം, അല്ലെങ്കിൽ അതിനെതിരെ അവർക്ക് ഡിഫെൻഡ് ചെയ്യാം. ഓക്കെ, ക്ലിയർ. അടുത്തതാണ് ആറാമത്തെ പോയിന്റ് ആണ് കൺട്രോളിംഗ് ഫോഴ്സ്. കേട്ടോ, ഓക്കെ. ഡിസിപ്ലിൻ ആക്ട് ആസ് എ കൺട്രോളിംഗ് ഫോഴ്സ് because it regulates the actual behavior of employees and improves their performance. അല്ലെ, ഒരു ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഒരു കൺട്രോളിംഗ് ഫോഴ്സ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. എന്തുകൊണ്ടാണ് അതൊരു കൺട്രോളിംഗ് ഫോഴ്സ് ആണെന്ന് പറയാൻ കാരണം അതൊരു എംപ്ലോയിന്റെ അവരുടെ ആക്ച്വൽ ആയിട്ടുള്ള അവരുടെ യഥാർത്ഥ പെരുമാറ്റത്തിന് അത് എന്ത് ചെയ്യുന്നുണ്ട്, റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്, നിയന്ത്രിക്കുന്നുണ്ട്. അതിലൂടെ അവരുടെ പെർഫോമൻസിനെ കുറെ കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? ഇത്രയും നമ്മൾ ഡിസ്കസ് ചെയ്തത് ഡിസിപ്ലിന്റെ നേച്ചർ ആണ്. ഓക്കെ, അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞത്, ഒന്ന് സ്റ്റാൻഡേർഡ് ബിഹേവിയർ. അല്ലെ, എന്ന് പറഞ്ഞാല് ഒരു ഓർഗനൈസേഷൻ അവർക്ക് ജീവനക്കാർക്കായിട്ട് ചില ലക്ഷ്യങ്ങൾ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അല്ലെ, അപ്പൊ ഓർഗനൈസേഷൻ രൂപപ്പെടുത്തിയിട്ടുള്ള ആ ഒരു പെരുമാറ്റച്ചട്ടങ്ങൾ പാലിച്ചുകൊണ്ട് ആ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ കഴിയുന്ന വിധത്തിൽ ഒരു സ്റ്റാൻഡേർഡ് ബിഹേവിയർ ഡിസിപ്ലിന്റെ ഭാഗമായിട്ട് ആർക്കുണ്ടായിരിക്കണം, എംപ്ലോയീസിന് ഉണ്ടായിരിക്കണം. ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഒരു മോട്ടിവേറ്റിംഗ് ഫോഴ്സ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. എന്തുകൊണ്ടാണ്, എംപ്ലോയീസിനെ സംബന്ധിച്ച് എന്താണ്, ഇങ്ങനെയുള്ള അച്ചടക്ക നടപടികൾ ലംഘിച്ചു കഴിഞ്ഞാല് അവർക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്ന അനന്തര ഫലങ്ങളെ പറ്റിയിട്ട് ധാരണയുള്ളത് കൊണ്ട് തന്നെ അവരുടെ തെറ്റായ ഒരു പ്രവൃത്തി ചെയ്യുന്ന സാഹചര്യങ്ങൾ നമുക്ക് അതിലൂടെ മുൻകൂട്ടി അവരെ തടയാനായിട്ട് നമുക്ക് സാധിക്കും. ആ ഒരർത്ഥത്തിൽ അതൊരു നല്ലൊരു മോട്ടിവേറ്റിംഗ് ഫോഴ്സ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. പിന്നെ നേച്ചർ പറയുമ്പോൾ ഡിസിപ്ലിൻ പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം. അല്ലെ, ഇപ്പൊ അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അതിന്റെ അച്ചടക്ക നടപടികൾ കറക്റ്റ് ആയിട്ട് പാലിച്ചു പോകുന്നുണ്ടെങ്കിൽ ഇതൊരു റിവാർഡിന്റെ രൂപത്തിൽ അവർക്ക് എന്ത് ലഭിക്കും, ഒരു റിയാക്ഷൻ ലഭിക്കും, അതൊരു പോസിറ്റീവ് ആണ്. അല്ലെ, അതേസമയം ഇവർ ഈ പറയുന്ന അച്ചടക്ക നടപടികൾ ലംഘിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും, അവർക്ക് അതിന്റെ ആ ഒരു അത് അവരുടെ പുരോഗതിയെ പ്രതികൂലമായിട്ട് കാണും. അത് അതിന്റെ നെഗറ്റീവ് നേച്ചറാണ്. പിന്നെ രണ്ട് ടൈപ്പ് ഡിസിപ്ലിൻ ആണുള്ളത്. വോളണ്ടറി ഡിസിപ്ലിൻ ഉണ്ട്, ഇമ്പോസറി ഡിസിപ്ലിൻ ഉണ്ട്. വോളണ്ടറി എന്ന് പറഞ്ഞാൽ എംപ്ലോയി സെൽഫ് ഡിസിപ്ലിൻ ആണെങ്കിൽ അതിന് വോളണ്ടറി ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഒരു വ്യക്തി സ്വമേധയാ തെരഞ്ഞെടുക്കുന്നതാണ്. അതേസമയം ഇമ്പോസർ എന്ന് പറയുമ്പോൾ നമ്മൾ ഫോഴ്സ്ഫുള്ളി ഒരാളുടെ മേലിൽ നമ്മൾ അടിച്ചേൽപ്പിക്കുന്ന അത്തരം അതിനെയാണ് നമ്മൾ ഇമ്പോസറി ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. കേട്ടോ, അഥവാ ഒബ്ലിഗേറ്ററി എന്ന മറ്റൊരു വാക്കും കൂടെ പറയും, ഒബ്ലിഗേറ്ററി ഡിസിപ്ലിൻ എന്ന് പറയും. പിന്നെ ഈ പറയുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസുകൾ പാലിക്കേണ്ടത് അല്ലെങ്കിൽ അത് ജീവനക്കാർക്കായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് മാനേജ്മെന്റിന്റെ അവകാശമാണ്. ഇനി മാനേജ്മെന്റിന്റെ ഭാഗത്ത് ഉണ്ടാകുന്ന അച്ചടക്ക നടപടികളിൽ എന്തെങ്കിലും അനീതി ഉണ്ടെങ്കിൽ, അന്യായം ഉണ്ടെങ്കിൽ എംപ്ലോയീസിന് അതിനെതിരെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അതിനെതിരെ ഒപ്പോസ് ചെയ്യാം, അല്ലെ, ഡിഫെൻഡ് ചെയ്യാം. അല്ലാത്ത പക്ഷം എന്താണ്, അത് നിഷേധിക്കാനാവാത്തതാണ്. എന്ന് വെച്ചാൽ അല്ലാത്ത പക്ഷം ഫെയർ ആയിട്ടുള്ള ഒരു അച്ചടക്ക നടപടികളാണെങ്കിൽ തീർച്ചയായിട്ടും അത് എന്ത് ചെയ്തിരിക്കുന്നത്, പാലിച്ചിരിക്കണം. അതുപോലെ തന്നെ ഒരു എന്താ പറയാ ഗ്രീവൻസ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഒരു കൺട്രോളിംഗ് ഫോഴ്സ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. കാര്യം അത് മനുഷ്യന്റെ പെരുമാറ്റത്തിനെ നിയന്ത്രിക്കുകയും അതിലൂടെ അവരുടെ പെർഫോമൻസിനെ ഇംപ്രൂവ് ചെയ്യുകയും ചെയ്യും. ഓക്കെ ആണല്ലോ, വായിച്ചു നോക്കിയേ.
നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഡിസിപ്ലിൻ ആണ് കേട്ടോ. ഡിസിപ്ലിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. ഒബ്ജക്റ്റീവ്സ് ഓഫ് ഡിസിപ്ലിൻ ആർ ആസ് ഫോളോസ്. പ്രധാനമായിട്ടും നമുക്ക് 5 പോയിന്റുകളാണ് കേട്ടോ. ഒബ്ജക്റ്റീവ്സ് ഓഫ് ഡിസിപ്ലിൻ 5 പോയിന്റുകളാണുള്ളത്. ഫസ്റ്റ് വൺ, അച്ചീവ്മെന്റ് ഓഫ് ഗോൾസ്. ലക്ഷ്യങ്ങൾ നേടിയെടുക്കുക. ആരുടെ ലക്ഷ്യങ്ങള്? ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുക, ഒന്നാമത്തെ ലക്ഷ്യം. രണ്ടാമത്തെ എന്താണ്? മേക്കിംഗ് എംപ്ലോയീസ് റെസ്പോൺസിബിൾ. എംപ്ലോയീസിനെ എന്താണ്? ഉത്തരവാദിത്തമുള്ളവരാക്കുക, അല്ലെ? അവര് റെസ്പോൺസിബിൾ ആക്കുക. മൂന്നാമത്തെ എന്താണ്? ബ്രിങ്ങിങ് ആണ് കേട്ടോ. ട്രെയിനിങ് അല്ല, ബ്രിങ്ങിങ് ആണ് കേട്ടോ. കൊണ്ടുവരിക എന്ന് പറയില്ലേ, അതാണ് കേട്ടോ. ബ്രിങ്ങിങ് ഡിസൈർഡ് ബിഹേവിയറൽ ചേഞ്ചസ് ഇൻ എംപ്ലോയീസ്. അതായത് ഈ പറയുന്ന എംപ്ലോയീസിന് നമ്മൾ ഡിസൈർ ചെയ്യുന്ന, ആഗ്രഹിക്കുന്ന തരത്തിലുള്ള പെരുമാറ്റങ്ങള് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ബിഹേവിയറൽ ചേഞ്ചസ് കൊണ്ടുവരിക, അത് മൂന്നാമത്തെ ലക്ഷ്യമാണ്. നാലാമത്തത് കൺട്രോളിങ് എംപ്ലോയീസ്, ജീവനക്കാരെ നിയന്ത്രിക്കുക. അഞ്ചാമത്തത് മെയിൻറ്റൈനിങ് കോർഡിയൽ റിലേഷൻസ് ബിറ്റ്വീൻ എംപ്ലോയി ആൻഡ് മാനേജ്മെന്റ്. അതായത് എംപ്ലോയീസിനും മാനേജ്മെന്റിനും ഇടയിൽ ഒരു സൗഹാർദ്ദപരമായിട്ടുള്ള ഒരു അന്തരീക്ഷം മെയിൻറ്റെയിൻ ചെയ്യുക. ഇത്രയുമാണ് അതിന്റെ ഒബ്ജക്റ്റീവ്സുകളായിട്ട് വരുന്നത്. ഓരോന്ന് എന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ വരുന്നത് അച്ചീവ്മെന്റ് ഓഫ് ഗോൾസ്, ലക്ഷ്യങ്ങൾ നേടിയെടുക്കണം കേട്ടോ. നോക്കാം. Every organization sets certain rules and regulations which are to be followed in order to achieve the desired objectives. എന്നൊക്കെ പറഞ്ഞ കാര്യമാണ് അല്ലെ. ഒരു ഓർഗനൈസേഷൻ അവരുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസുകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് അല്ലെ. The organization maintains discipline among the employees so that the organizational goals can be achieved easily. അപ്പോ ഈ പറയുന്ന എംപ്ലോയീസിന്റെ ഇടയിൽ ഒരു ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആരുടെ ആവശ്യമാണെങ്കിൽ ആരാണ് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഓർഗനൈസേഷൻ. അപ്പൊ അതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് അവരുടെ ലക്ഷ്യങ്ങളെ ഈസി ആയിട്ട് അവർക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ. ഇനി ഇഫ് എംപ്ലോയീസ് ആർ അൺഡിസിപ്ലിൻഡ് the organization cannot work efficiently and effectively. അതേസമയത്ത് എംപ്ലോയീസ് ഒരു അൺഡിസിപ്ലിൻഡ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അച്ചടക്കമില്ലാത്തവരാണെങ്കിൽ ഒരിക്കലും ആ ഒരു ഓർഗനൈസേഷന് വളരെ എഫിഷ്യന്റ് ആയിട്ട് ഇഫക്റ്റീവ് ആയിട്ട് അവർക്ക് പ്രവർത്തിക്കാനായിട്ട് സാധിക്കില്ല അല്ലെ. Thus maximum efforts should be made by the management to maintain discipline in order to achieve the organizational goals. അതുകൊണ്ട് തന്നെ ഓർഗനൈസേഷന്റെ ഗോൾസുകൾ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്നും എന്ത് ചെയ്യണം? പരമാവധി എഫർട്ട് ഉണ്ടായിരിക്കണം. എന്ന് വെച്ചാൽ ഇങ്ങനെ ഈ പറയുന്ന എംപ്ലോയീസിന്റെ ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഓർഗനൈസേഷൻ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനായിട്ട് മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് പരമാവധി എഫർട്ട് ഉണ്ടായിരിക്കണം. ഓക്കെ, ഇത്രയാണ് അവിടെ പറയുന്നത്. അച്ചീവ്മെന്റ് ഓഫ് ഗോൾസ്. രണ്ടാമത്തെ പോയിന്റ് ഇതാണ്, മേക്കിംഗ് എംപ്ലോയീസ് റെസ്പോൺസിബിൾ. അതായത് അവിടുത്തെ ജീവനക്കാരെ കുറെ കൂടെ എന്താക്കി മാറ്റാം? റെസ്പോൺസിബിൾ ആക്കി മാറ്റാം, ഉത്തരവാദിത്തമുള്ളവരാക്കിയിട്ട് മാറ്റാം. അതായത് ഡിസിപ്ലിൻ ഈസ് യൂസ്ഡ് by the organization in order to avoid any kind of irresponsible behavior on the part of employees. If employees follow the set rules and regulations in a disciplined and systematic way, then they will be more responsible to perform their duties towards their organization. അതായത് ഈ പറയുന്ന ജീവനക്കാരെ എംപ്ലോയീസിൽ നിന്നുമുള്ള ഏത് തരത്തിലുള്ള നിരുത്തരവാദിത്തപരമായിട്ടുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് കൊണ്ടുവരുന്നത്? നമ്മൾ ഡിസിപ്ലിൻ കൊണ്ടുവരുന്നത്. ഈ ഡിസിപ്ലിൻ പോളിസികൾ കൊണ്ടുവരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ആ ജീവനക്കാര് നിരുത്തരവാദിത്തപരമായിട്ട് കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള ഡിസിപ്ലിൻ ഒക്കെ ഈ പറയുന്ന ഓർഗനൈസേഷൻ ഉപയോഗപ്പെടുത്തുന്നത് അല്ലെ. ഇപ്പൊ എംപ്ലോയീസ് ഈ പറയുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു രീതിയിൽ അവര് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓർഗനൈസേഷൻ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനായിട്ട് അവരുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി നല്ല രീതിയിൽ ചെയ്യാൻ അവർ റെസ്പോൺസിബിൾ ആയിട്ട് മാറും അല്ലെ. കുറെ കൂടെ അവര് റെസ്പോൺസിബിലിറ്റി ആക്കി മാറ്റുകയാണ് അല്ലെ. ഓക്കെ, അതാണ് മേക്കിംഗ് എംപ്ലോയീസ് റെസ്പോൺസിബിൾ. അതായത് എംപ്ലോയീസിനെ കുറെ കൂടെ റെസ്പോൺസിബിൾ ആക്കി മാറ്റും. അടുത്തതാണ് എന്ത്? ബ്രിങ്ങിങ് ഡിസൈർഡ് ബിഹേവിയറൽ ചേഞ്ചസ് ഇൻ എംപ്ലോയീസ്. എംപ്ലോയീസിന് നല്ല ബിഹേവിയറൽ ചേഞ്ചസ് കൊണ്ടുവരിക എന്നുള്ളതും ഡിസിപ്ലിന്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. നോക്കാം. ഡിസിപ്ലിൻ ചേഞ്ചസ് ദ ബിഹേവിയർ ഓഫ് ദ എംപ്ലോയീസ്. ഒരു സംശയമില്ലാത്ത കാര്യമാണ് അല്ലെ. ഡിസിപ്ലിനിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എംപ്ലോയീസിന്റെ പെരുമാറ്റത്തിന് പല ചേഞ്ചസുകൾ നമുക്ക് വരുത്താനായിട്ട് സാധിക്കും അല്ലെ. ഡിസിപ്ലിനഡ് എംപ്ലോയീസ് ഹാവ് എ ഗുഡ് ടോളറൻസ് ലെവൽ and can make adjustments easily to achieve the standards of the organization.
അതായത് ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള എംപ്ലോയീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നല്ലൊരു സഹിഷ്ണുതാ മനോഭാവം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഓർഗനൈസേഷന്റെ സ്റ്റാൻഡേർഡുകൾ നിലനിർത്താൻ വേണ്ടിയിട്ട് എല്ലാവിധ അഡ്ജസ്റ്റ്മെന്റ്സുകൾക്കും അത് തയ്യാറായിട്ട് എന്നുവെച്ചാൽ ഭയങ്കര റിജിഡ് ആയിരിക്കില്ല. വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ആളുകളാണ്. അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് വളരെ നല്ല ഡിസിപ്ലിൻഡ് ആയിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ച് എംപ്ലോയീസ് വളരെയധികം ടോളറൻസ് ലെവൽ കൂടുതലായിരിക്കും. അവർക്ക് നല്ലൊരു സഹിഷ്ണുതാ മനോഭാവം ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങള് സ്റ്റാൻഡേർഡുകൾ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് അവരെ ഏത് തരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റുകൾക്കും അവർ തയ്യാറാണ്. ഓക്കെ, അടുത്തത് എ കോൺസ്റ്റന്റ് ചെക്ക് ഓൺ ദ ബിഹേവിയർ ഓഫ് ദ എംപ്ലോയീസ് can be maintained through a proper discipline policy. അതുകൂടാതെ എംപ്ലോയീസിന്റെ പെരുമാറ്റങ്ങള് നമുക്കൊരു നല്ല ഒരു പ്രോപ്പർ ഡിസിപ്ലിൻ പോളിസി, ഒരു നല്ല അച്ചടക്ക നയങ്ങളിലൂടെ നമുക്ക് എംപ്ലോയീസിന്റെ പെരുമാറ്റങ്ങള് അവരുടെ ബിഹേവിയർ നമുക്ക് നിരന്തരമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അത് നല്ല രീതിയിലുള്ള പെരുമാറ്റമാണോ അത് മോശം രീതിയിലുള്ള പെരുമാറ്റമാണോ എന്നുള്ളത് നമുക്ക് കോൺസ്റ്റന്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. If an effective discipline policy is created by an organization, it can improve the low performance of the company to the better performance and compel them to achieve the organizational goals. അപ്പൊ ആ ഒരു രീതിയിൽ ഓർഗനൈസേഷൻ ആ ഒരു സ്ഥാപനം നല്ല ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡിസിപ്ലിൻ പോളിസിയാണ് നടപ്പിലാക്കിയിട്ടുള്ളത്, രൂപപ്പെടുത്തിയിരിക്കട്ടെ. അപ്പൊ അതിലൂടെ നമുക്ക് വളരെ താഴ്ന്ന പെർഫോമൻസ് കാഴ്ചവെക്കുന്ന എംപ്ലോയീസിനെ കുറെ കൂടെ ഒരു ബെറ്റർ പെർഫോമൻസിലേക്ക് നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് സാധിക്കും. നല്ല ഡിസിപ്ലിൻ പോളിസിയാണ് ഓർഗനൈസേഷൻ നടപ്പിലാക്കിയിട്ടുള്ളതെങ്കിൽ ഈ പറയുന്ന പെർഫോമൻസ് വളരെ താഴ്ന്ന രീതിയിൽ പ്രകടനം കാഴ്ചവെക്കുന്ന ലോ പെർഫോമൻസിനെ കുറെ കൂടെ നമുക്കൊരു ബെറ്റർ പെർഫോമൻസ് ആക്കി മാറ്റാനും പറ്റും. അതുപോലെ ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനായിട്ട് അവരെ നമുക്ക് നിരന്തരം പ്രേരിപ്പിക്കാനും സാധിക്കും, കമ്പൽ ചെയ്യാനും സാധിക്കും. ഓക്കെ, അടുത്തത് എന്താണ്? നാലാമത്തെ, കൺട്രോളിങ് എംപ്ലോയീസ് അല്ലെ, എംപ്ലോയീസിനെ നിയന്ത്രിക്കാന്നുള്ളതാണ് അടുത്തൊരു പോയിന്റ്. നോക്കാം, the main motive of creating discipline policy for the employees is to have a stronger control over them. അല്ലെ, അതായത് ഒരു ഡിസിപ്ലിൻ പോളിസി അച്ചടക്ക നയങ്ങൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം, പ്രധാനപ്പെട്ട മോട്ടീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ടു ഹാവ് എ സ്ട്രോങ്ങർ കൺട്രോൾ ഓവർ ദം അല്ലെ, എംപ്ലോയീസിന്റെ മുകളിൽ ഒരു സ്ട്രോങ് കൺട്രോൾ, ഒരു നല്ലൊരു നിയന്ത്രണം കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള അച്ചടക്ക നയങ്ങളെല്ലാം തന്നെ ക്രിയേറ്റ് ചെയ്യുന്നത്. Okay, since higher authorities are entitled for take disciplinary action, a few in the minds of the employees automatically arise and compel them to follow their instructions without any violation. നമുക്കറിയാം, ഉയർന്ന അധികാരികള് അല്ലെ, ഹയർ അതോറിറ്റീസ് എന്ന് പറയുമ്പോൾ ഇത്തരത്തിലുള്ള അച്ചടക്ക നയങ്ങൾ എടുക്കാനായിട്ടുള്ള ആ ഒരു റൈറ്റ് ആർക്കാണുള്ളത്? ഹയർ അതോറിറ്റീസ് ആണ്. അപ്പൊ അതുള്ളത് കൊണ്ട് തന്നെ പല എംപ്ലോയീസിനും അവരുടെ ഇൻസ്ട്രക്ഷൻസ് പ്രത്യേകിച്ച് ലംഘനങ്ങളൊന്നും ഇല്ലാതെ, വയലേഷൻ ഒന്നും നടക്കാതെ അവരുടെ നിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് പാലിച്ചു കൊണ്ടുപോകാനായിട്ട് അത് എംപ്ലോയീസിനെ എന്ത് ചെയ്യും, പ്രേരിപ്പിക്കും. എംപ്ലോയീസ് തന്നെ അറിയാം അവരുടെ സുപ്പീരിയർ അതോറിറ്റീസ്, അവരുടെ ഹയർ അതോറിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവർക്ക് എംപ്ലോയീസിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു അവകാശമുണ്ട്. അത് എംപ്ലോയീസിനെ അറിയാം. അതുകൊണ്ട് തന്നെ എന്താണ്, അവർ ഓട്ടോമാറ്റിക്കലി അവരുടെ നിർദ്ദേശങ്ങള് അത് പാലിക്കാനായിട്ട് അവര് എന്താണ് അവർക്ക് അതിനനുസരിച്ച് അവർ മുന്നോട്ട് പോകും അല്ലെ. അതിന് പ്രത്യേകിച്ച് ഒരു വയലേഷൻ വരുത്താനായിട്ട് അവരൊരിക്കലും ഇടവരുത്തില്ല അല്ലെ. ഓക്കെ, അതാണ് പറയുന്നത് കൺട്രോളിങ് എംപ്ലോയീസ് കേട്ടോ. അഞ്ചാമത്തെ പോയിന്റ് ഇതാണ്, മെയിൻറ്റൈനിങ് കോർഡിയൽ റിലേഷൻസ് ബിറ്റ്വീൻ എംപ്ലോയി ആൻഡ് മാനേജ്മെന്റ്. കോർഡിയൽ റിലേഷൻ എന്ന് പറഞ്ഞാൽ സൗഹാർദ്ദപരമായിട്ടുള്ള ഒരു എന്താ പറയാ റിലേഷൻ. പ്രത്യേകിച്ച് ഈ പറയുന്ന മാനേജ്മെന്റിലും എംപ്ലോയിയുടെ ഭാഗത്തും ഒരു സൗഹാർദ്ദപരമായിട്ടുള്ള ഒരു റിലേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഡിസിപ്ലിൻ ലക്ഷ്യമിടുന്നു. നോക്കാം, ഡിസിപ്ലിനറി ആക്ഷൻ against any employee often causes a lot of misunderstanding between the employees and the management. സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. ഇപ്പൊ നമ്മളൊരു ജീവനക്കാരനെതിരായിട്ട് ഒരു അച്ചടക്ക നടപടി എടുത്തു എന്നിരിക്കട്ടെ, സ്വാഭാവികമായിട്ടും അത് എംപ്ലോയീസിനും മാനേജ്മെന്റിന്റെ ഇടയിൽ ഒരു എന്താ പറയുക, ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്, അവർക്കിടയിൽ ചെറിയൊരു അസ്വസ്ഥതയ്ക്ക് ഇടവരുത്തുക സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നതാണ് അല്ലെ. ഒരു ജീവനക്കാരൊരു തെറ്റ് ചെയ്ത് നമ്മൾ അവർക്കെതിരെ അച്ചടക്ക നടപടി എടുത്തു എന്നിരിക്കട്ടെ, അപ്പൊ എന്തുണ്ടാവും, എംപ്ലോയീസിനും മാനേജ്മെന്റിനും ഇടയിൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്, ഒരു ചെറിയൊരു അസ്വസ്ഥതയ്ക്ക് അത് ഇടവരുത്തും. പക്ഷെ spoiling the union management relations is not the aim of discipline policy. അത് മാത്രമല്ല, ഈ പറയുന്ന യൂണിയൻ മാനേജ്മെന്റ് റിലേഷൻ, യൂണിയൻ എന്ന് പറയുമ്പോൾ എംപ്ലോയീസിന്റെ ട്രേഡ് യൂണിയൻസ് ഉണ്ടാവുമല്ലോ,
ആ യൂണിയൻസും അതുപോലെ മാനേജ്മെന്റും തമ്മിലുള്ള ഒരു ബന്ധം തകർക്കുക എന്നുള്ളതും ഒരു ഡിസിപ്ലിൻ പോളിസിയുടെ ലക്ഷ്യമല്ല. ഒരിക്കലും ഒരു ഡിസിപ്ലിൻ പോളിസി മറ്റുള്ള റിലേഷൻഷിപ്പിനെ നശിപ്പിക്കാനുള്ള ഒരു ലക്ഷ്യം അവർക്കില്ല. അതിപ്പോ എംപ്ലോയീസും മാനേജ്മെന്റ് ആയിക്കോട്ടെ, എംപ്ലോയീസ് യൂണിയൻ ആയിക്കോട്ടെ, മാനേജ്മെന്റും ആയിക്കോട്ടെ, അവരുമായിട്ട് എപ്പോഴും ഒരു നല്ല സൗഹൃദത്തിൽ പോകുക എന്നുള്ളത് തന്നെയാണ് ആര് ലക്ഷ്യമിടുന്നത്, ഈ പറയുന്ന ഡിസിപ്ലിനറി പോളിസീസിൽ ലക്ഷ്യമിടുന്നത് കേട്ടോ. അപ്പോ in order to gain and maintain trust of employees and unions and to attain their cooperation, it is essential to have a fair discipline policy. അപ്പൊ ഈ പറയുന്ന എംപ്ലോയീസിന്റെ ആ ഒരു എംപ്ലോയീസിന്റെ മാത്രമല്ല യൂണിയൻസിന്റെയും അല്ലെ അവരുടെയൊക്കെ ആ ഒരു വിശ്വാസം അത് മെയിൻറ്റെയിൻ ചെയ്യാനും അതുപോലെ അവരുടെ ഒരു കോപ്പറേഷൻ അറ്റൈൻ ചെയ്യുന്നതിനായിട്ട് വളരെ ഫെയർ ആയിട്ടുള്ള ഒരു അച്ചടക്ക നയങ്ങൾ എന്താണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് അത്യാവശ്യമാണ് കേട്ടോ. ഒരിക്കലും എന്താണ് ഒരു അച്ചടക്ക നടപടി എടുക്കുമ്പോൾ അത് പലതരത്തിലുള്ള അസ്വാരസ്യങ്ങൾക്ക് ഇടവരുന്നത് അത് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അത് ഉള്ളത് കൊണ്ട് തന്നെ നമുക്കറിയാലോ അതൊരു അസ്വാരസ്യം ഉണ്ടാവും എന്നുള്ളത് അറിയാം. അതുകൊണ്ട് തന്നെ എപ്പോഴെന്താണ് എംപ്ലോയീസിന്റെ യൂണിയൻസിന്റെ ആ ഒരു വിശ്വാസം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, അവരുടെ ഒരു കോപ്പറേഷൻ അറ്റൈൻ ചെയ്യുന്നുണ്ട്, വളരെ നല്ല രീതിയിലുള്ള ഒരു അച്ചടക്ക നയങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം. ഓക്കെ, ഇത്രയാണ് ഇതിനകത്ത് പറയുന്നത് കേട്ടോ. മനസ്സിലായോ? അപ്പൊ ഡിസിപ്ലിൻ എന്താണ്, അതിന്റെ ഒബ്ജക്റ്റീവ്സുകളാണ് നമ്മൾ ഇതുവരെ കണ്ടത്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി. ഒബ്ജക്റ്റീവ്സ് ഒന്ന് വായിച്ചു നോക്കി. എന്തൊക്കെയാണ്? അച്ചീവ്മെന്റ് ഓഫ് ഗോൾസ്, ലക്ഷ്യങ്ങൾ നേടിയെടുക്കുക. മേക്കിംഗ് എംപ്ലോയീസ് റെസ്പോൺസിബിൾ, എംപ്ലോയീസിനെ കുറെ കൂടി ഉത്തരവാദിത്തമുള്ളവരാക്കുക. ബ്രിങ്ങിങ് ആക്കുക കേട്ടോ. ബ്രിങ്ങിങ് ഡിസൈഡ് ബിഹേവിയറൽ ചേഞ്ചസ് ഇൻ എംപ്ലോയീസ്, എംപ്ലോയീസിന് വളരെ നല്ല പെരുമാറ്റങ്ങൾ അല്ലെങ്കിൽ ബിഹേവിയറൽ ചേഞ്ചസ് കൊണ്ടുവരാം. കൺട്രോളിംഗ് എംപ്ലോയീസിനെ നിയന്ത്രിക്കുക. മെയിൻറ്റെയിൻ കോർഡിയൽ റിലേഷൻ ബിറ്റ്വീൻ എംപ്ലോയിക്ക് മാനേജ്മെന്റിനും ഇടയിലായിട്ട് ഒരു നല്ലൊരു റിലേഷൻഷിപ്പ്, അത് സൗഹാർദ്ദപരമായിട്ടുള്ള റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. ഇത്രയുമാണ് എന്ത് വരുന്നത്, ഇതിൽ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സുകളായിട്ട്. വായിച്ചു നോക്കുക. ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് ടൈപ്സ് ആണ് കേട്ടോ. ടൈപ്സ് ഓഫ് ഡിസിപ്ലിൻ ആണ്. ഡിസിപ്ലിൻ പ്രധാനമായിട്ടും 3 ടൈപ്പ് ആണുള്ളത്. അതൊക്കെ അടുത്ത ക്ലാസ്സിൽ പറയാം. ഒന്ന് പോസിറ്റീവ് ഡിസിപ്ലിൻ, 2 നെഗറ്റീവ് ഡിസിപ്ലിൻ, മൂന്നാമത്തത് പ്രോഗ്രസീവ് ഡിസിപ്ലിൻ കേട്ടോ. അങ്ങനെ 3 ടൈപ്പാണ് നമുക്ക് പഠിക്കാനുള്ളത്. പോസിറ്റീവ് ഡിസിപ്ലിൻ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അത് നല്ലൊരു പെരുമാറ്റത്തിന് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഡിസിപ്ലിൻ ആണെങ്കിൽ അത് പോസിറ്റീവ് ഡിസിപ്ലിൻ ആണ്. നെഗറ്റീവ് ഡിസിപ്ലിൻ എന്ന് പറയുമ്പോൾ എന്താണ്, അവരുടെ ഒരു മോശമായിട്ടുള്ള പെരുമാറ്റത്തിന് തിരുത്തുക, അത് ഈ പറയുന്ന പോലെ ശിക്ഷയിലൂടെ തിരുത്തുക, അങ്ങനെയൊക്കെയുള്ളതാണ് നെഗറ്റീവ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് പ്രോഗ്രസീവ് ഡിസിപ്ലിൻ കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അൺമ്യൂട്ട് ചെയ്യാണ് കേട്ടോ. അന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കും. ഓക്കെ, വേറെ ഡൗട്ട്സുകളൊന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇത്രയും ഭാഗങ്ങൾ നല്ലപോലെ വായിച്ച് മനസ്സിലാക്കുക കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കാണാം. താങ്ക് യു.